അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. صدق الله العظيم. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സംരംഭത്തെ അവൻ്റെ ആദർശത്തിൻ്റെ പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ ഒരു മഹത്തായ സംഭാവനയായി, ഒരു സൽക്കർമ്മമായി അവൻ സ്വീകരിക്കുമാറാകട്ടെ. കാര്യങ്ങൾ യഥാവിധി പറയുവാനുള്ള തൗഫീഖ് എനിക്കും അതിൽ ശരിയെന്ന് ബോധ്യമുള്ളത് പിന്തുടരുവാനുള്ള തൗഫീഖ് നിങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്ത് നിർവഹിക്കുവാനുള്ള ദൗത്യങ്ങൾ എന്താണ്, ഏത് ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയാണ് പ്രപഞ്ചനാഥനായ രക്ഷിതാവ് ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരെയും നൽകിക്കൊണ്ട് അതാത് കാലഘട്ടങ്ങളിൽ പ്രത്യേകമായ സമൂഹങ്ങൾക്ക് അവൻ രൂപം നൽകിയിരുന്നു. ഈ പ്രക്രിയയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്താണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് ഈ പ്രപഞ്ചം മുഴുവനും ഏകനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നതാണ്. ഇത് നമ്മുടെ വളരെ മൗലികമായ ഒരു ആദർശ അടിത്തറയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ ഉടമ, അതിൻ്റെ സൃഷ്ടാവ്, അതിൻ്റെ നിയന്താവ്, അതിൻ്റെ സംരക്ഷകൻ ഇത് അള്ളാഹുവാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി മനുഷ്യനാണ്. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. കറമ, ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും യഥേഷ്ടം സഞ്ചരിക്കുവാനുള്ള കരുത്ത്, സൗകര്യം അവന് നാം നൽകിയിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, അവന് ഭക്ഷിക്കുവാൻ ആവശ്യമായ വിശുദ്ധമായ സംശുദ്ധമായ വസ്തുക്കളെ ഞാൻ സൃഷ്ടിച്ചു നൽകിയിരിക്കുന്നു. ഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, നാം സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ വളരെ വലിയ ഒരു മഹത്വം, ഔന്നത്യം അവന് നാം നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
ബാക്കിയുള്ള ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഈ മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഖലഖലക്കും മാഫിൽ അർളി ജമിഅ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യനൊഴികെ ബാക്കിയുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യർ ഇല്ലായിരുന്നുവെങ്കിൽ, നമുക്കറിയാം, മനുഷ്യരില്ലെങ്കിൽ പിന്നെ ഈ പറയപ്പെട്ട പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനും യാതൊരു പ്രസക്തിയുമില്ല, ഒന്നിനുമില്ല, ഒരു പ്രസക്തിയുമില്ല മനുഷ്യനില്ലെങ്കിൽ. നമ്മുടെ മുമ്പിലുള്ള നമ്മൾ ഈ കാണുന്ന ഏതെങ്കിലും വസ്തുക്കൾക്ക് മനുഷ്യനില്ലെങ്കിൽ എന്താണ് പ്രസക്തി? കസേര. മനുഷ്യനില്ലെങ്കിൽ എന്താണ് പ്രസക്തി? മൃഗങ്ങൾക്ക് കസേര ആവശ്യമുണ്ടോ? പക്ഷികൾക്ക് കസേര ആവശ്യമുണ്ടോ? ഇഴജന്തുക്കൾക്ക് കസേര ആവശ്യമുണ്ടോ? ഈ മൈക്കിൻ്റെ സംവിധാനം മനുഷ്യനില്ലെങ്കിൽ ഈ മൈക്കിൻ്റെ ആവശ്യം എന്താണ്? ഈ ഹാളിൻ്റെ ആവശ്യം എന്താണ്? ലൈറ്റിൻ്റെ ആവശ്യം എന്താണ്? ഈ വസ്ത്രത്തിൻ്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ മനുഷ്യനില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആവശ്യമില്ല. മൃഗങ്ങൾ പോലും അങ്ങനെ തന്നെയാണ്. മനുഷ്യനില്ലെങ്കിൽ പിന്നെ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൃഷ്ടിപ്പിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളൊന്നുമില്ല. മനുഷ്യർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിത്തരിക എന്നതാണ് ബാക്കി എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് സർവാംഗീകൃതമായ ഒരു വസ്തുതയാണ്. അപ്പോൾ പിന്നെ ഈ മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? എന്താണ് ഈ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യനെ വെറുതെ ഉദ്ദേശരഹിതമായി സൃഷ്ടിക്കപ്പെട്ടതല്ല. വളരെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് മനുഷ്യവർഗത്തെ ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ആ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം? ആ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം ഈ മനുഷ്യവർഗത്തെ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു നൽകിയത്. മനുഷ്യവർഗത്തിൻ്റെ പ്രവാചകന്മാർ മനുഷ്യവർഗത്തിലേക്ക് വേദഗ്രന്ഥങ്ങളെ അള്ളാഹു നൽകി. പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു. മനുഷ്യവർഗത്തോട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അനുഗ്രഹമാണ് പ്രവാചകന്മാരെ നിയോഗിച്ചു മനുഷ്യവർഗത്തിന് നേതൃത്വം നൽകുവാൻ വേണ്ടി. വേദഗ്രന്ഥങ്ങൾ നൽകി പ്രവാചകന്മാർക്ക് മനുഷ്യവർഗത്തിന് നേതൃത്വം നൽകുന്നതിനാവശ്യമായ വെളിച്ചം കിട്ടുവാൻ വേണ്ടി. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ 2 കാര്യങ്ങൾ അടിസ്ഥാനപരമായി ആവശ്യമാണ്. ഒന്ന് വഴി, മറ്റൊന്ന് ആ വഴിയിൽ കൂടി നയിക്കുന്ന ഒരു വഴികാട്ടി. വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിൻ്റെ വഴിയും വെളിച്ചവുമാണ്. ഈ വഴിയും വെളിച്ചവും മാത്രം നമുക്ക് ലഭിച്ചാൽ നമുക്ക് അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു വിദ്യാലയത്തെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സിലബസും ടെക്സ്റ്റ് ബുക്കും മാത്രം കിട്ടുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. സിലബസും ടെക്സ്റ്റ് ബുക്കും ആ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. ലോകോത്തരമായ സിലബസും ടെക്സ്റ്റ് ബുക്കും ഒരു വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ലഭിച്ചാൽ ആ കുട്ടികൾക്ക് പഠിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. സ്വാഭാവികമായും വിദ്യാഭ്യാസ പ്രക്രിയയുടെ അനിവാര്യമായ ഒരു ഘടകമാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അധ്യാപകരാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ആ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകരുടെയും ടെക്സ്റ്റ് ബുക്കിൻ്റെയും പ്രസക്തി, മനുഷ്യ ജീവിതത്തിലെ ടെക്സ്റ്റ് ബുക്കാണ് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങൾ. മനുഷ്യ സമൂഹത്തിൻ്റെ അധ്യാപകരാണ് പ്രവാചകന്മാർ. ഈ വേദഗ്രന്ഥങ്ങളാകുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യ സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുക. നേർവഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിലേക്ക് മനുഷ്യവർഗത്തെ നയിക്കുക. ഈ ദൗത്യം നിർവഹിക്കുന്ന അധ്യാപകരായിട്ടാണ് ഈ ലോകത്തേക്ക് പ്രപഞ്ചനാഥനായ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. ഇങ്ങനെയുള്ള പ്രവാചകന്മാർ ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ജനതയിലേക്കും വഴികാട്ടികളെ നാം നിയോഗിച്ചിട്ടുണ്ട്.
വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. ഈ രൂപത്തിലുള്ള വഴികാട്ടികളും താക്കീത് നൽകുന്നവരുമായ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. വമിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. അവരിൽ ചിലരുടെ കഥകൾ, ചരിത്ര സംഭവങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ കൂടി നാം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലരുടെ ചരിത്രം വേദഗ്രന്ഥങ്ങളിൽ കൂടി നാം നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അഥവാ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടവരും പറയപ്പെടാത്തവരുമായ പ്രവാചകന്മാരെ ചരിത്രത്തിന്റെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ലോകത്ത് ജീവിച്ചിരുന്ന വ്യത്യസ്തമായ സമൂഹങ്ങളിലേക്ക് അയച്ചുകൊണ്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി വേദഗ്രന്ഥങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യവർഗത്തോട് അസാധാരണമായ ഒരു കാരുണ്യമാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു നിർവഹിച്ചത്. ഏറ്റവും വലിയ കാരുണ്യം അതാണ്. ഇങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാർ ഈ വേദഗ്രന്ഥങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് ഏതൊക്കെ ഉത്തരവാദിത്വങ്ങളാണ് അവർ നിർവഹിച്ചത്, എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളാണ് അവരോട് നിർവഹിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചത്, എങ്ങനെയാണ് അവരുടെ അനുയായികൾ ജീവിച്ചത്, പ്രവാചകന്മാരുടെ കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വിദ്യാലയത്തിലെ അധ്യാപകരുടെ ഒരു റോളിലാണ് പ്രവാചകന്മാർ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടത് എന്ന്. പ്രവാചകന്മാർ വന്ന കാലഘട്ടം മൊത്തം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രവാചകൻ വരുമ്പോഴും മനുഷ്യ സമൂഹം രണ്ട് വിഭാഗമായി തിരിയുന്ന കാഴ്ച നമുക്ക് കാണാം. പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവരും പ്രവാചകന്മാരെ നിരാകരിക്കുന്നവരും. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ചരിത്രത്തിന്റെ ഒരു കാലഘട്ടത്തിലും ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ മുഴുവൻ ആളുകളും പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രവാചകന്മാർ വന്നുകൊണ്ട് അവരിൽ ഏൽപ്പിക്കപ്പെട്ട ഈ സന്ദേശം, ഈ ദൗത്യം അവർ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള പ്രക്രിയ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും പ്രവാചകന്മാരെ അനുകൂലിക്കുന്നവരും പ്രവാചകന്മാരെ എതിർക്കുന്നവരുമായി ആ കാലഘട്ടത്തിൽ ജനങ്ങൾ തിരിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കുറെ ആളുകൾ പ്രവാചകന്മാരെ അനുകൂലിക്കും. ഈ പ്രവാചകന്മാരെ അനുകൂലിച്ച ആ വിഭാഗം ആ പ്രവാചകന്റെ നേതൃത്വം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ആ പ്രവാചകന്റെ നേതൃത്വത്തിൽ ക്രമീകരിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ നേതൃത്വം, സമ്പൂർണമായ നേതൃത്വം, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ പ്രവാചകന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു സംഘടിതമായ ഒരു സമൂഹമായിട്ടാണ് എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും പ്രവാചകന്റെ അനുയായികൾ ജീവിച്ചത്. പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ പ്രവാചകനല്ലാതെ മറ്റൊരു നേതാവ് പ്രവാചകന്മാരുടെ അനുയായികൾക്ക് ഉണ്ടായിരുന്നില്ല. ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഉണ്ടായിരുന്നില്ല. എല്ലാ രംഗത്തും അനുയായികളുടെ ഏക നേതാവ് പ്രവാചകന്മാരായിരുന്നു. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ ആദർശം, ഒരൊറ്റ നേതൃത്വം. ഒന്നിലധികം ആദർശങ്ങൾ ഒരു പ്രവാചകന്റെ അനുയായികൾക്കും ഉണ്ടായിരുന്നില്ല. ഒന്നിലധികം നേതൃത്വം ഒരു പ്രവാചകന്റെ അനുയായികൾക്കും ഉണ്ടായിരുന്നില്ല. ഒരേ കാലഘട്ടത്തിൽ രണ്ട് പ്രവാചകന്മാർ വന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം സഹോദരന്മാരാണ്. രണ്ടുപേരും പ്രവാചകന്മാരാണ്. രണ്ടുപേരും പ്രവാചകന്മാരായിരുന്നുവെങ്കിലും
ആ സമൂഹത്തിന്റെ നേതൃത്വം ആർക്കായിരുന്നു? ഇസ്രായേൽ സമൂഹത്തിന്റെ പരമോന്നതമായ ഇമാറത്ത് നേതൃപരമായ ഉത്തരവാദിത്വം ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി അത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയ്ക്കായിരുന്നു. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കുവാൻ വേണ്ടി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അനുയായികൾ പശുക്കുട്ടിയെ പൂജിക്കുകയായിരുന്നു. അദ്ദേഹം ചോദിച്ചു തന്റെ സഹോദരനായ ഹാറൂനോട്, മാ മനഅക ഇദ് റഅയ്തഹും വല്ലു അല്ലാ തത്തബിഅനി അഫഅസൈത അംരി. മാ മനഅക ഇദ് റഅയ്തഹും വല്ലു. ഇവർ പശുക്കുട്ടിയെ പൂജിക്കുന്നത് കണ്ടപ്പോൾ അതിൽ നിന്നും അവരെ തടയാതിരുന്നത് എന്തുകൊണ്ട്? അല്ലാ തത്തബിഅനി, എന്തുകൊണ്ട് നീ എന്നെ അനുസരിച്ചില്ല? അഫഅസൈത അംരി, എന്റെ കൽപ്പന നീ ധിക്കരിക്കുകയാണോ ചെയ്തത്? ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകനോട് ചോദിക്കുന്നു, നീ എന്തുകൊണ്ട് എന്നെ അനുസരിച്ചില്ല എന്ന്, എന്തുകൊണ്ട് നീ എന്റെ കൽപ്പന അംഗീകരിച്ചില്ല എന്ന്. വേണമെങ്കിൽ ഹാറൂൻ നബിക്ക് പറയാമായിരുന്നു, ഞാനും പ്രവാചകനാണ്, ഞാൻ എന്തിനാണ് നിന്റെ കൽപ്പന അനുസരിക്കേണ്ടത്? ഞാൻ എന്തിനാണ് നിന്നെ അനുസരിക്കേണ്ടത്? നിന്നെ പിൻപറ്റേണ്ട ബാധ്യത എനിക്കെന്താണ് എന്ന് വേണമെങ്കിൽ ഹാറൂൻ നബിക്ക് ചോദിക്കാം. ഹാറൂൻ നബി അലൈഹിസ്സലാം അതിന് പറഞ്ഞ മറുപടി എന്താ? ഖാല യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹിയതി വലാ ബിറഅസി. മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനായ ഹാറൂന്റെ താടിയിലും മുടിയിലും പിടിച്ച് കുലുക്കിക്കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ് ഈ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലാ തഖുദ് ബിലിഹിയതി വലാ ബിറഅസി, എന്റെ താടിയിലും മുടിയിലും താങ്കൾ പിടിക്കരുത്. ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ വലം തർഖുബ് ഖൗലി. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഞാൻ പരമാവധി ശ്രമിച്ചു, ഞാൻ തടയാൻ ശ്രമിച്ചു. അവസാനം അവർ എന്നെ കൊന്നുകളയുമോ എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ നിശബ്ദനായത്. ഇനി ഒരു പടി കൂടി ഞാൻ മുമ്പോട്ട് പോയാൽ അവരിൽ ഭയങ്കരമായ പിളർപ്പുണ്ടാകും. അങ്ങനെ ഒരു പിളർപ്പുണ്ടാവുകയാണെങ്കിൽ നീ തിരിച്ചു വരുമ്പോൾ എന്നോട് ചോദിക്കും, അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ വലം തർഖുബ് ഖൗലി. നീ ബനി ഇസ്രായേലിന്റെ ഇടയിൽ ഭയങ്കരമായ പിളർപ്പ് നീ സൃഷ്ടിച്ചു. വലം തർഖുബ് ഖൗലി, നീ എന്റെ വാക്ക് കാത്തിരുന്നില്ല. ഞാൻ വന്ന് ഒരന്തിമ വിധി പറയുന്നതിന് വേണ്ടി നീ എന്തുകൊണ്ട് കാത്തിരുന്നില്ല? നീ എന്തിനാണ് അവസാന വാക്ക് പറഞ്ഞത്? നീ അവസാന വാക്ക് പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ പിളർപ്പുണ്ടായത് എന്ന് നീ ചോദിക്കും. അപ്പോൾ അവസാന വാക്ക് നിന്റേതാണ്. ഞാൻ ഇതെന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആ സംഭവം പറയാൻ വേണ്ടിയല്ല. രണ്ട് പ്രവാചകന്മാർ ജീവിച്ചിരുന്ന ഘട്ടത്തിലും അന്തിമ വാക്ക് പറയേണ്ടത് അതിൽ ഒരു പ്രവാചകനാണ്, മൂസാ നബി അലൈഹിസ്സലാമയാണ് എന്ന കാര്യം മൂസാ നബിയും മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവാചകനും സഹോദരനുമായ ഹാറൂൻ നബി മനസ്സിലാക്കിയിരുന്നു. ഞാൻ പ്രവാചകനാണെങ്കിലും അന്തിമ വാക്ക് പറയേണ്ടത് മൂസാ നബി അലൈഹിസ്സലാമാണ്. അതുവരെ ഞാൻ കാത്തിരിക്കണം. അതുവരെയും അവസാന വാക്ക് ഞാൻ പറയരുത്. അതിന്റെ പേരിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ അതിന് ഞാൻ എന്റെ നേതാവായ മൂസാ നബിയോട് മറുപടി പറയേണ്ടി വരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സൂചിപ്പിച്ചത് ആ കാലഘട്ടത്തിലെ ആ പ്രശ്നത്തിലേക്ക് കടക്കാൻ വേണ്ടിയല്ല. അപ്പൊ രണ്ട് പ്രവാചകന്മാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും യഥാർത്ഥത്തിൽ ആ സമൂഹത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു പ്രവാചകനിലായിരുന്നു. അപ്പൊ പ്രവാചകന്മാർക്ക് പ്രവാചകത്വം എന്ന ഉത്തരവാദിത്വത്തിന്റെ അപ്പുറത്ത് നേതൃത്വം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. പ്രവാചകത്വം എന്നതുകൊണ്ട് ദൈവികമായ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വമാണ്. നേതൃത്വം എന്നതുകൊണ്ട് ആ സമൂഹത്തിന്റെ ജീവിതത്തെ സമ്പൂർണമായും ചിട്ടയോടുകൂടിയും മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കുറച്ചുകൂടി സങ്കീർണമായ പ്രക്രിയയാണ്. സന്ദേശം എത്തിക്കുക എന്നത് എളുപ്പമാണ്. പക്ഷേ ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച്
ആ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും നിയന്ത്രിച്ച് അതിന്റെ പേരിൽ സംഭവിക്കാവുന്ന എല്ലാ പ്രത്യാഘാതങ്ങളെയും നയപരമായും തന്ത്രപരമായും നേരിട്ട് ഒരു ജനതയെ നേതൃത്വം നൽകി മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന നേതൃശേഷി എന്ന് പറയുന്നത് പ്രബോധക ശേഷിയേക്കാൾ വലുതാണ്. എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. 1.5 മണിക്കൂർ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നു, നിങ്ങൾ നിശബ്ദമായിരുന്നു കേൾക്കുന്നു, നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നു, ഞാനും പോകുന്നു, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ നയിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. നേതൃശേഷി എന്ന് പറയുന്നത്, നേതൃത്വം നൽകുക എന്ന് പറയുന്നു. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ആയിരുന്നു ആ സമൂഹത്തിന്റെ നേതൃത്വപരമായ അധികാരം എന്ന കാര്യം മൂസാ നബിക്കും അറിയാമായിരുന്നു, ഹാറൂൻ നബിക്കും അറിയാമായിരുന്നു. അപ്പൊ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീഴിൽ സംഘടിതമായി ജീവിച്ചിരുന്ന ഈ അനുയായികൾ, അവർക്കുണ്ടായിരുന്നത് ഒരൊറ്റ ആദർശം, വേദഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ഒറ്റ ആദർശം. മറ്റെല്ലാവിധ കാഴ്ചപ്പാടുകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ഏക ആദർശത്തിൽ കേന്ദ്രീകരിച്ച ഒരു വിഭാഗമായിരുന്നു അവർ. ആ ഏക ആദർശത്തിൽ അധിഷ്ഠിതമായി ഒരൊറ്റ നേതൃത്വത്തിന്റെ കീഴിൽ, ഏക നേതൃത്വം, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ 2 പ്രമാണങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. ഏക ആദർശം, ഏക നേതൃത്വം. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഏക ആദർശം, ഏക നേതൃത്വം എന്ന സ്വഭാവത്തിൽ ഈ സമൂഹം പരിവർത്തന വിധേയമാകുമ്പോൾ മാത്രമേ ഈ സമൂഹത്തിന്റെ അതിൻ്റെതായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നിർവഹിക്കാൻ കഴിയില്ല. വ്യത്യസ്തമായ ആദർശങ്ങൾ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു സമൂഹം മാറിയാൽ, വ്യത്യസ്തമായ നേതൃത്വങ്ങളുടെ കീഴിൽ സംഘടിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു സമൂഹം മാറിയാൽ, ആ സമൂഹത്തിന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പറയുന്ന ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചു കൊടുത്തുകൊണ്ട്, വേദഗ്രന്ഥങ്ങൾ നൽകിക്കൊണ്ട്, അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ആ സമൂഹം മുഴുവനും ഒരൊറ്റ ആദർശം, സമഗ്രമായ ആദർശം, ഈ സമഗ്രമായ ആദർശം അംഗീകരിച്ചുകൊണ്ട് സംഘടിതമായ ഒരു സമൂഹമായി, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സമഗ്രമായ ആദർശവും സംഘടിതമായ സമൂഹവും, ഇതായിരുന്നു പ്രവാചകന്മാരുടെ ലക്ഷ്യം. സമഗ്രമായ ആദർശം. സമഗ്രമായ ആദർശത്തിന് മാത്രമേ ഏക ആദർശമായി ഉയരാൻ കഴിയൂ. ഒരു സമൂഹം ഒരാദർശം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏക ആദർശത്തിൽ അധിഷ്ഠിതമായി മാത്രം ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ ആ ആദർശം സമഗ്രമായിരിക്കണം. സമഗ്രമല്ലാത്ത ഒരാദർശമാണ് ഒരു വിഭാഗം കൊണ്ടു നടക്കുന്നതെങ്കിൽ ആ വിഭാഗം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് വേണ്ടി മറ്റൊരു ആദർശം സ്വീകരിക്കേണ്ടി വരും. അപ്പൊ ഇരട്ടാദർശമായി. അപ്പൊ ഏക ആദർശം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ ആദർശം സമഗ്രമായ ആദർശമായിരിക്കണം. സമഗ്രമായ ആദർശമാണെങ്കിൽ മാത്രമേ അത് ഏക ആദർശമായി കൊണ്ടെടുക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമേ ഒരൊറ്റ നേതൃത്വമായി നമുക്ക് മാറാൻ കഴിയൂ. പല ആദർശങ്ങളാകുമ്പോൾ പല നേതൃത്വമായി മാറും. സമഗ്രമായ ഏക ആദർശം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഏക നേതൃത്വത്തിന്റെ കീഴിൽ സംഘടിതമായി ജീവിക്കാൻ കഴിയൂ. ഇതായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാചകന്മാർ മനുഷ്യരാശിയുടെ മുമ്പിൽ കാഴ്ചവെച്ച മാതൃക. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബിയും ഈ ലോകത്ത് വന്നുകൊണ്ട് ആ ഏക ആദർശം, അതാണല്ലോ ദീൻ, ഇസ്ലാം എന്ന് പറയുന്നത്. പ്രവാചകൻ പറയുന്ന കുൽ മാ കുന്തു ബിദഅൻ മിനർ റസൂൽ, ഞാനൊരു പുതിയ ദർശനവും നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിം വമൂസ വഈസ. ചരിത്രത്തിലെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ കടന്നുപോയ ചരിത്രത്തിന്റെ വഴിത്തിരിവുകൾക്ക് കാരണക്കാരായി തീർന്ന ഉലുൽ അസ്മ് എന്ന് വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച ആ പ്രവാചകന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇവർക്കെല്ലാവർക്കും നൽകപ്പെട്ട സന്ദേശം അൻ അഖീമുദ്ദീൻ,
അവരിൽ എല്ലാവരിലും ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഉത്തരവാദിത്വം അൻ അഖീമുദ്ദീൻ, നിങ്ങൾ ദീൻ സ്ഥാപിക്കുക. അൻ അഖീമുദ്ദീൻ, രണ്ട് വാക്കുകളാണ് അതിനുള്ളത്. ഒന്ന് ദീൻ, മറ്റൊന്ന് ഇഖാമത്ത്. അൻ അഖീമുദ്ദീൻ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഉത്തരവാദിത്വം ഇതാണ്. അൻ അഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീഹ്, അതിൽ നിങ്ങൾ ഭിന്നിക്കുവാൻ പാടില്ല, അതിൽ നിങ്ങൾ ഭിന്നിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആനിൽ കൂടി പറയുവാൻ അല്ലാഹു തആല ആവശ്യപ്പെട്ടത് അദ്ദേഹത്തോട്, മാ കുന്തു ബിദഅം മിനർ റുസുൽ, ഞാനൊരു പുതിയ സന്ദേശവുമായിട്ട് വന്ന വ്യക്തിയല്ല, ഞാനൊരു പുതിയ പ്രവാചകനല്ല. ചരിത്രത്തിലെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ കടന്നുപോയ പ്രവാചകന്മാർ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അത് തന്നെ പറയുവാൻ വേണ്ടി, ശക്തിയായി ഊന്നി പറയുവാൻ വേണ്ടി, എങ്ങനെയാണോ അനുയായികളെ നയിച്ചത് അതേ മാർഗത്തിൽ കൂടുതൽ ശക്തിയായി അനുയായികളെ നയിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. അങ്ങനെ അദ്ദേഹം സമൂഹത്തിൽ പ്രബോധനം ആരംഭിച്ചു. അപ്പൊ ഇങ്ങനെ നിയോഗിക്കപ്പെട്ട ഈ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ഈ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഈ പ്രവാചകന്മാരുടെ അനുയായികളായ ലോക മുസ്ലിം സമൂഹം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരാദർശവും ഒരു നേതൃത്വവും എന്ന അവസ്ഥയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നതാണ് പ്രശ്നം. എന്റെ അടിസ്ഥാനപരമായ ചോദ്യം അതാണ്. എവിടെയെങ്കിലും, ലോകത്തെവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഈ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെ അതേ സ്വഭാവത്തിൽ ഒരാദർശം, ഒരു നേതൃത്വം അവിടെയുള്ള ഇസ്ലാമിക സഹോദരന്മാർക്ക് മുഴുവൻ, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, ഇതൊരു പാർട്ടിക്ക് മാത്രം ബാധകമായ നിയമവുമല്ല. പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ കുറച്ചാളുകൾ ഇസ്ലാമിനെ ഏക സമഗ്ര ആദർശമായി അംഗീകരിച്ചുകൊണ്ട്, പ്രവാചകനെ ഏക നേതാവായി അംഗീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ കുറെ അനുയായികൾ അങ്ങനെ പോകുന്നു. ബാക്കിയുള്ളവർ വ്യത്യസ്തമായ ആദർശങ്ങളും വ്യത്യസ്തമായ നേതൃത്വങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ പ്രവാചകന്മാരുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. അപ്പൊ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപജയം എന്ന് പറയുന്നത് ഈ അടിസ്ഥാനപരമായ സ്വഭാവം അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയതിനെ പറ്റിയുള്ള ബോധം പോലും നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹമെന്ന് പ്രശസ്ത കവിയായ അല്ലാമ ഇഖ്ബാൽ, അദ്ദേഹത്തിന്റെ ഒരു കവിത ലോകപ്രശസ്തമാണ്. യാത്രാസംഘത്തിന് ചരക്കുകൾ നഷ്ടപ്പെട്ടു പോയി എന്നതല്ല, നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ലോക മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഏക സമഗ്ര ആദർശത്തിന്റെ വക്താക്കളായി മാറേണ്ടവരാണ് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബോധം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അത് പറയുന്നവനെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത് പറയുന്നവനെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏക നേതൃത്വത്തിന്റെ കീഴിൽ അവരുടെ ജീവിതം മുഴുവൻ ക്രമീകരിക്കേണ്ടതാണ്. പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ജീവിതം മുഴുവൻ അവർ ക്രമീകരിച്ചു. എല്ലാ രംഗവും ക്രമീകരിച്ചു. ഒരു രംഗത്തിലും പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന്റെ പുറകെ പ്രവാചകന്മാരുടെ അനുയായികൾ പോയില്ല. അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അവരുടെ തലയിൽ അർപ്പിതമായിരിക്കുന്ന ഏറ്റവും മൗലികമായ ഉത്തരവാദിത്വം എന്ത് എന്ന് ചോദിച്ചാൽ ഈ ഇതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. എന്റെ കാഴ്ചപ്പാടിൽ ഇന്ന് ലോക മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും മൗലികമായ ഉത്തരവാദിത്വം, ബാക്കിയുള്ളത് നിർവഹിക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ അവർ ഈ സ്വഭാവത്തിലേക്ക് മടങ്ങണം. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം അവർ ഏക ആദർശത്തിന്റെ വക്താക്കളായി മാറുക. ആ ഏക ആദർശത്തെ സമഗ്ര ആദർശമായി അംഗീകരിക്കുക. ആ സമഗ്രമായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഏക നേതൃത്വത്തിന്റെ കീഴിലേക്ക് അവർ വരിക. ആ ഏക നേതൃത്വത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട്, പ്രവാചകന്മാരുടെ കീഴിൽ അനുയായികൾ നിന്നുകൊണ്ട് എന്ത് ദൗത്യമാണോ നിർവഹിച്ചത്, വിശുദ്ധ ഖുർആനിൽ അവരെയാണ് ഉമ്മത്ത് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഉമ്മത്ത്
ഇന്ന് നമ്മൾ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയാറുണ്ട്. ഇന്നത്തെ മുസ്ലിം സമുദായം മുസ്ലിം ഉമ്മത്തല്ല. മുസ്ലിം ഉമ്മത്ത് എന്ന പൂർണ്ണമായ വിശേഷണം ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് പറയാൻ സാധ്യമല്ല. എപ്പോഴാണ് ഇസ്ലാമിക സമൂഹം ഉമ്മത്താവുക? ഉമ്മത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഒരേ ലക്ഷ്യത്തിനു വേണ്ടി സംഘടിച്ചിരിക്കുന്നവർ എന്നതാണ് ഉമ്മത്ത് എന്ന പദത്തിന്റെ അർത്ഥം. കുന്തും ഖൈറ ഉമ്മത്ത്, നിങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഉമ്മത്തായി മാറണം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ, നിങ്ങളെ ഒരു മധ്യമ ഉമ്മത്താക്കി അല്ലാഹു മാറ്റിയിരിക്കുന്നു. അപ്പൊ ഉമ്മത്ത്, നമ്മൾ ഉമ്മ എന്ന് പറയാറുണ്ട്. ഉമ്മ മാതാവിന് അറബിയിൽ ഉമ്മ എന്നാണ് പറയുക. എന്താണ് ഈ ഉമ്മിന്റെ അർത്ഥം? ഉമ്മ എന്ന് വെച്ചാൽ ലക്ഷ്യം എന്നാണ് ഇതിന്റെ അർത്ഥം. ഏക ലക്ഷ്യം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആത്യന്തികമായ രക്ഷാകേന്ദ്രം ഉമ്മയാണ്, മാതാവാണ്. അതുകൊണ്ടാണ് ഉമ്മ എന്ന പദം ഉമ്മയ്ക്ക് വരാൻ കാരണം. ഇമാം, നമ്മൾ പള്ളിയിൽ പറയാറുണ്ട് ഇമാം. എന്തുകൊണ്ട്? എല്ലാവരും ആ ഇമാമിനെ അങ്ങനെ തന്നെ അനുസരിക്കുകയാണ്. ആ ഇമാമിന്റെ നമസ്കാരത്തിൽ ഒരബദ്ധം സംഭവിക്കുന്നു എന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? കർമ്മശാസ്ത്രത്തിൽ ഒരു തർക്കമുണ്ട്. ഒരു ഇമാമ് നമസ്കരിക്കുകയാണ്, പുറകിൽ നമ്മൾ നമസ്കരിക്കുന്നു. ഇമാമിനൊരു അബദ്ധം പറ്റി, നമ്മൾ എന്ത് ചെയ്യണം? ആ അബദ്ധം ചില പ്രത്യേകമായ സ്വഭാവത്തിൽ ചൂണ്ടിക്കാണിക്കണം. ചൂണ്ടിക്കാണിച്ചിട്ട് ഇമാം തിരുത്തുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹനഫി, ഷാഫി പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഷാഫി പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം തെറ്റ് തിരുത്തുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ച ഉപേക്ഷിച്ചുകൊണ്ട് നമസ്കാരം സ്വയം മുമ്പോട്ട് നീക്കണം എന്നാണ്. പക്ഷേ ഇമാം അബൂ ഹനീഫ പറയുന്നത് അങ്ങനെ ഇമാമിനെ ഉപേക്ഷിക്കാൻ പാടില്ല. ആ ഇമാമിന്റെ പുറകിൽ തന്നെ നമസ്കരിക്കണം. ഇമാമിൽ നിന്നും ഇമാം തെറ്റിയതിന്റെ പേരിൽ പോലും പിരിഞ്ഞു പോകാൻ പാടില്ല. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവർത്തിച്ച് ഒറ്റയ്ക്ക് നമസ്കരിക്കാം. പക്ഷെ ഇമാമിന്റെ പിന്നിൽ നിങ്ങൾ പിരിയാൻ പാടില്ല. ഒരു യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന കമാൻഡർ യുദ്ധത്തിന് നടുവിൽ വെച്ച് പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവ് ഒരു പട്ടാളക്കാരന് അത് ശരിയല്ല എന്ന് തോന്നിയാൽ ആ പട്ടാളക്കാരൻ ധിക്കരിക്കുകയാണോ അതല്ല കമാൻഡറെ അനുസരിക്കുകയാണോ വേണ്ടത്? പട്ടാളക്കാരന് ധിക്കരിക്കാൻ അവകാശമില്ല. കമാൻഡറുടെ തീരുമാനം ഒരുപക്ഷെ തെറ്റാണെങ്കിൽ പോലും പട്ടാളക്കാരൻ, ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പട്ടാളക്കാരന്റെ പട്ടാള അച്ചടക്കം, ചിട്ട എന്ന് പറയുന്നത് ആ കമാൻഡറെ അവൻ അനുസരിക്കണം. അതിന്റെ പേരിൽ വരുന്നത് വന്നുകൊള്ളട്ടെ. പക്ഷെ ഓരോ പട്ടാളക്കാരനും കമാൻഡറുടെ തീരുമാനത്തോട് വിയോജിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു പ്രവണത ഒരു പട്ടാള യൂണിറ്റിൽ തുടക്കമിട്ടാൽ ആ തുടക്കമായിരിക്കും നേരത്തെ പറഞ്ഞ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന അബദ്ധത്തെക്കാൾ വലിയ അബദ്ധം. പിന്നെ ഓരോ പട്ടാളക്കാരനും ചിന്തിക്കാൻ തുടങ്ങും കമാൻഡറുടെ ഉത്തരവ് ശരിയാണോ എന്ന്. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ പട്ടാളക്കാരനും കമാൻഡറുടെ ഉത്തരവ് ശരിയല്ല എന്ന സ്വന്തമായ നിഗമനത്തിൽ പിന്തിരിയുന്ന അവസ്ഥയിലേക്ക് വന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പട്ടാളത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുമെന്നതുകൊണ്ടാണ് ഇൻ കേസ് ഒരു കമാൻഡറുടെ ഉത്തരവ് തെറ്റാണെങ്കിൽ പോലും അവിടെ അതിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് സ്വന്തമായ തീരുമാനമെടുത്തുകൊണ്ട് പിന്തിരിയാൻ പാടില്ല എന്നതാണ് പട്ടാളച്ചിട്ട. നമസ്കാരം ആ രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതെന്തിന് ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ ഇമാം എന്ന് പറയുന്ന മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ പുറകിൽ അത്ര പാറ പോലെ അടിയുറച്ച് നിൽക്കണം. തെറ്റ് തിരുത്തേണ്ടതില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. തെറ്റ് തിരുത്തപ്പെടണം. പക്ഷെ തെറ്റ് തിരുത്തപ്പെടുന്നത് ഒരിക്കലും ഒരു ഉമ്മത്തിന്റെ ശൈഥില്യത്തിന് കാരണമാകുന്ന രൂപത്തിൽ ആകാൻ പാടില്ല. കെട്ടുറപ്പിനെ ബാധിക്കുന്ന രൂപത്തിലാകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഹാറൂൻ നബി അലൈഹിസ്സലാം കെട്ടുറപ്പിനെ ബാധിക്കാതെ തെറ്റ് തിരുത്താൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം മടങ്ങി വരുന്നത് വരെ കാത്തിരുന്നത്. കഴിയുമെങ്കിൽ ഈ കെട്ടുറപ്പ് തകർക്കാത്ത രൂപത്തിൽ വേണം തെറ്റ് തിരുത്തുവാൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന്റെ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വിഷയം അതല്ല. അപ്പൊ ഈ ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ സംഘടിതമായ ഒരു സമൂഹത്തെയാണ്. ഇമാമുള്ള ഒരു സമൂഹത്തിനാണ് ഉമ്മത്ത് എന്ന് പറയുക. ഇന്ന് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് ഇമാം ആരാണ്?
കേരളീയ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇമാം ആരാണ്? ഓരോരുത്തരുടെയും സംഘടനാപരമായ അമീർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആര് എന്നതല്ല എന്റെ മുമ്പിലെ ചോദ്യം. വിശുദ്ധ ഖുർആൻ ജമാഅത്തിനെ പറ്റിയല്ല പറയുന്നത്, ഉമ്മത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഉമ്മത്തിന്റെ അഭാവത്തിലാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ജമാഅത്തുകൾക്ക് പ്രസക്തി. ഉമ്മത്തുണ്ടെങ്കിൽ ജമാഅത്തുകൾക്ക് പ്രസക്തിയില്ല. ഉമ്മത്തിന്റെ അഭാവത്തിലാണ് ഇന്ന് ജമാഅത്തുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഉമ്മത്തായി മാറണം മുസ്ലിം സമൂഹം. ആ ഇമാമിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിന്റെ ആ സംസ്കാരത്തിലേക്ക്, ആ സംഘടിതമായ ബുന്യാനും മർസൂസ്, ബലിഷ്ഠമായ ഒരു കെട്ടിടം പോലെ, അടുക്കി വെച്ച് സിമെന്റ് ഇട്ട് ഉറപ്പിച്ച് ഇഷ്ടികകൾ, ആ രൂപത്തിൽ ഉറപ്പിച്ച ഇഷ്ടികകൾ ചിതറിക്കിടക്കുന്ന ഇഷ്ടികകളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആരെയും സംരക്ഷിക്കാൻ ചിതറിക്കിടക്കുന്ന ഇഷ്ടികൾക്ക് സാധ്യമല്ല. ഒന്നിനെയും സംരക്ഷിക്കാൻ ചിതറിക്കിടക്കുന്ന ഇഷ്ടികൾക്ക് സാധ്യമല്ല. ചിതറിക്കിടക്കുന്ന ഈർക്കിലുകൾക്ക് ഒരു ചൂലിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധ്യമല്ല. ചിതറിക്കിടക്കുന്ന മരക്കുറ്റികൾക്ക് ഒരു വേലിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ സാധ്യമല്ല. ചിതറിക്കിടക്കുന്ന കീറിയ കല്ലിന്റെ കഷണങ്ങൾക്ക് ഒരു വേലിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധ്യമല്ല. വേലി എന്ന് പറഞ്ഞാൽ കല്ലുകളല്ലല്ലോ, ചൂൽ എന്ന് പറഞ്ഞാൽ ഈർക്കിലുകൾ അല്ലല്ലോ, കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇഷ്ടികകൾ അല്ലല്ലോ. അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബുന്യാനും മർസൂസ്, ഒരു ബലിഷ്ഠമായ കെട്ടിടത്തെ പോലെ എന്നതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ വിഭാവന വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നത്. ഇതാണ് പ്രവാചകന്മാർ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. ഇങ്ങനെയായിരുന്നു പ്രവാചകന്മാർ അനുയായികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ പറ്റി ചരിത്രത്തിലെ പ്രസിദ്ധനായ ഒരു ഓറിയന്റലിസ്റ്റ് നിരൂപകൻ അദ്ദേഹം പറയുകയുണ്ടായി, ലോകത്തിൽ ഇത്ര അനുസരണം വളരെ പ്രധാനമാണതിൽ. ഈ സംവിധാനത്തിൽ അനുസരണം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെയും അനുസരിക്കണം, അവന്റെ റസൂലിനെയും അനുസരിക്കണം, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ ഉലുൽ അംർ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. ഈ അംർ എന്ന പദത്തിൽ നിന്നുമാണ് അമീർ എന്ന പദം ഉണ്ടാകുന്നത്, അതിൽ നിന്നുമാണ് ഇമാറത്ത് എന്ന പദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് റസൂൽ, അമീർ, ഈ രണ്ട് ദൗത്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സന്ദേശവാഹകൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം ആ സമൂഹത്തിന് 23 വർഷം നൽകിയ അതിപ്രഗത്ഭമായ നേതൃത്വം, ആ നേതൃത്വമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോക ചരിത്രത്തെ പരിവർത്തന വിധേയമാക്കിയത്, ലോക ചരിത്രത്തെ മാറ്റിയത്. ചരിത്രത്തിന്റെ ഗതി തിരിച്ചുവിട്ടല്ലോ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ചരിത്രത്തിന്റെ ഗതി തിരിച്ചുവിട്ട ഒരു രാത്രിയിലാണ് ഈ ഖുർആനിന്റെ ഈ അവതരണം, ഈ ദൈവികമായ ശബ്ദത്തിന്റെ വെളിച്ചത്തിന്റെ ഈ ആദ്യ കിരണങ്ങൾ, ആദ്യ എണുക്കൾ ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന ആ രാത്രിയെ പറ്റി ഖുർആൻ പറയുന്നത് ലൈലത്തുൽ ഖദ്ർ, ചരിത്രത്തിന്റെ ഗതി തിരിച്ചുവിട്ട രാത്രി എന്നാണ് അതിന് പറയുന്നത്. ആ ഗതി തിരിച്ചുവിടുവാൻ അവർക്ക് കഴിഞ്ഞത് യഥാർത്ഥത്തിൽ അവർക്ക് ലഭിച്ച ദൈവികമായ സന്ദേശത്തിന്റെ വെളിച്ചം മാത്രമാണോ? പ്രവാചകന്റെ അഭാവത്തിൽ അവർ നല്ല അറബികളാണ്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വളരെ വ്യക്തമായ അറബി ഭാഷയിലാണ് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നത്. നല്ല അറബി പരിജ്ഞാനമുള്ള ശുദ്ധ അറബികളാണ് മദീനയിലും മക്കയിലും ഉണ്ടായിരുന്നത്. അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ അവർ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, പ്രവാചകനെ അയച്ചു കൊടുക്കാതിരുന്നിരുന്നുവെങ്കിൽ അവർക്ക് ചരിത്രം രചിക്കുവാൻ കഴിയുമായിരുന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീൻ, ആ നിരക്ഷര സമൂഹത്തിലേക്ക് പ്രവാചകനെ അയച്ചു. റസൂലൻ മിൻഹും, അവരിൽപ്പെട്ട ഒരു പ്രവാചകൻ, യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ വചനങ്ങൾ അവരിൽ ഓതി കേൾപ്പിക്കും. വയുസക്കീഹിം,
അവരെ സംസ്കരിക്കും. തസ്കിയ, അവരെ സംസ്കരിക്കും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥങ്ങളും നയതന്ത്രവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. വേദഗ്രന്ഥം മാത്രം പഠിപ്പിച്ചാൽ മതിയാവുകയില്ല. നയം എന്ന് പറയുന്ന ഹിക്മത്ത്, ഈ വേദഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവർ സ്വീകരിക്കേണ്ട നയതന്ത്രപരമായ അത്യന്തം സൂക്ഷ്മമായ സമീപനങ്ങൾ, ആ സമീപനങ്ങളുടെ ചരിത്രമാണല്ലോ പ്രവാചകന്റെ 23 വർഷത്തെ ചരിത്രം. അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കാൻ ഇപ്പോൾ സമയമില്ല. ഇതവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകന്റെ അഭാവത്തിൽ വിശുദ്ധ ഖുർആൻ മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നതെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർക്ക് ചരിത്രം രചിക്കുവാൻ കഴിയുമായിരുന്നു. അപ്പൊ ഒറ്റക്കെട്ടായ ഉമ്മത്ത്, ബിനിയാനും മർസൂസ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഓറിയന്റലിസ്റ്റ് എഴുത്തുകാരൻ പറഞ്ഞത്, ചരിത്രത്തിൽ ഇങ്ങനെ അനുസരണമുള്ള ഒരു അനുയായികളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്താഅത്ത്, അനുസരണം. അത്തിഉല്ലാഹ്, ഇസ്ലാമിന്റെ ഏറ്റവും ബലിഷ്ഠമായ ഒരു ബാധ്യതയാണ് അനുസരണം എന്ന് പറയുന്നത്. അനുസരണമില്ലെങ്കിൽ ഒന്നും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല. അനുസരിക്കുക എന്ന ആ മനോഭാവം, അനുസരിക്കുക എന്ന ആ മനോഭാവമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിൽ സ്വീകാര്യമാക്കി തീർക്കുന്നത്. നമസ്കാരമാണെങ്കിൽ പോലും അല്ലാഹുവിനെ അനുസരിക്കുന്നു എന്ന അനുസരണ ഭാവത്തോടുകൂടി നമസ്കരിക്കുമ്പോഴാണ് നമസ്കാരം സ്വീകാര്യമായി തീരുക. ആ അനുസരണ ഭാവമില്ല എങ്കിൽ ആ നമസ്കാരം സ്വീകാര്യമാവുകയില്ല. അതുകൊണ്ടാണ് അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും, ഈ ഉലുൽ അംറിനോടുള്ള അനുസരണം ഇത്ര ശക്തമായി ഖുർആൻ പറയാൻ കാരണം. അങ്ങനെയുള്ള ഒരു സമൂഹമായിട്ടായിരുന്നു പ്രവാചകൻ അനുയായികളെ വാർത്തെടുത്തത്. നേരത്തെ പറഞ്ഞ എഴുത്തുകാരൻ പറയുന്നു, ഒരു പക്ഷേ മുഹമ്മദ് നബി ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഇതേവരെയും അന്വേഷിക്കുന്ന ദൈവം അല്ലാഹു ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവിടുത്തെ മുസ്ലിങ്ങൾ അംഗീകരിച്ചേക്കുമായിരുന്നു. അംഗീകരിക്കില്ലാതെ വിഷയം വേറെ, പറയുകയുമില്ലാതെ വിഷയം വേറെ. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, മുഹമ്മദ് എന്റെ മുമ്പിൽ ലോകത്തിലെ ഏറ്റവും മഹാനാകുന്നതിന്റെ കാരണം. അങ്ങനെയുള്ള അനുയായികളായിട്ട് പോലും ആ അനുയായികളോട് നിരന്തരമായി ഞാൻ ദൈവദാസനാണ് ദൈവദാസനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യത്വം പ്രഖ്യാപിക്കുകയായിരുന്നു, ദിവ്യത്വം പ്രഖ്യാപിച്ചില്ല എന്നതാണ് മുഹമ്മദ് നബിയിൽ ഞാൻ കാണുന്ന മഹത്വം. അത് വേറെ ചർച്ചയാണ്, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് നബിയിൽ ഞാൻ കാണുന്ന മഹത്വം, ഇങ്ങനെ അനുസരണമുള്ള അനുയായികളുടെ മുമ്പിൽ ഒരിക്കലും ദിവ്യത്വം ചമയാൻ അദ്ദേഹം സന്നദ്ധനായില്ല. മനുഷ്യത്വത്തിന്റെ വിധാനത്തിലേക്ക് വിനയാന്വിതനായി താഴ്ന്നു നിന്നു എന്നുള്ളതാണ്. മനുഷ്യത്വത്തിന്റെ വിധാനത്തിലേക്ക് വിനയാന്വിതമായി അദ്ദേഹം താഴ്ന്നു നിന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം എന്ന് പറയുന്നു. താഴ്ന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ദിവ്യത്വം അവകാശപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ മഹത്വം ലഭിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തിൽ, ഇങ്ങനെയുള്ള ഉമ്മത്ത്, ഇങ്ങനെയുള്ള പ്രവാചകന്മാർ, ഈ ഉമ്മത്തായി മാറുക എന്നതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും മൗലികമായ ദൗത്യം. ഇത് മാറാത്തിടത്തോളം ലോകത്തെ മുസ്ലിം സമൂഹത്തിന് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല. അവർ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പൂർണ്ണമായും കരകയറാനും കഴിയില്ല. ലോകത്തെ മുസ്ലിം സമൂഹത്തിന് ഉത്തരവാദിത്തങ്ങൾ എന്താണ്? പ്രവാചകന്മാർ നിർവഹിച്ച ഉത്തരവാദിത്തം എന്താണ്? ഞാൻ 2 തലക്കെട്ടിൽ ചുരുക്കുകയാണ്. 2 തലക്കെട്ടിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി 2 തലക്കെട്ടിൽ, ആ ഓരോ തലക്കെട്ടിലും 2 തലക്കെട്ടുണ്ട്. എന്തായിരുന്നു ഈ പ്രവാചകന്മാരുടെ നേതൃത്വത്തിലുള്ള ഉമ്മത്ത് ലോകത്ത് നിർവഹിച്ച ദൗത്യം? അതാണല്ലോ നമുക്കും നിർവഹിക്കാനുള്ളത്. ഈ പ്രവാചകന്മാരുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടിതമായ ഈ ഉമ്മത്ത്, ഈ സമഗ്ര ഏക ദർശനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമ്പൂർണമായ ഏക നേതൃത്വത്തിന്റെ കീഴിൽ സംഘടിതമായി നിന്ന ഈ ഉമ്മത്ത് ലോകത്ത് നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു? ഉത്തരവാദിത്വം എന്തായിരുന്നു? ചുരുക്കി പറയുകയാണെങ്കിൽ 2. അറബിയിൽ പറയുകയാണെങ്കിൽ ഞാനെന്നിട്ട് പറയും, ഒന്ന് ദഅവത്ത്, മറ്റൊന്ന് ജിഹാദ്. ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളാരും പേടിച്ചു പോകണ്ട, നിങ്ങളാരും ഞെട്ടിപ്പോകണ്ട. ജിഹാദിനെ പറ്റിയുള്ള പരമ്പരാഗതമായ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വഭാവത്തിലേക്കാണ് അത് പോകുന്നത് എന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. 2 ദൗത്യമാണ് ഈ ഉമ്മത്തിന്റെ സംഘടിതമായ ഈ ഉമ്മത്ത് പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ലോകത്ത് നിർവഹിച്ചതിന്റെ ആകത്തുക. ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
വളരെ ദീർഘമായി ഉപന്യസിക്കുവാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. 2 ദൗത്യം. ദഅവത്ത്, അതാണല്ലോ പ്രവാചകന്മാരുടെയും അനുയായികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആദം നബി അലൈഹി ഇസ്ലാം ഈ ലോകത്തേക്ക് വരുമ്പോഴും ആദം നബി അലൈഹി ഇസ്ലാം ഏൽപ്പിച്ചു വിട്ട ദൗത്യത്തിലും ഒന്നാമത്തെ ദൗത്യം ഇത് തന്നെയാണ്. ഫൈമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, ഒരു ഹിദായത്ത് നിനക്ക് തരും. ഫമൻ തബിഅ ഹുദായ, ആ ഹിദായത്ത്, ആ നേർവഴി ആര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ഭയമില്ല, ദുഃഖമില്ല. അപ്പൊ ഇത് ദഅവത്ത്. ദഅവത്ത് എന്ന് പറയുമ്പോൾ പ്രബോധനം, ജിഹാദ് എന്ന് പറയുമ്പോൾ വിമോചനം. മനുഷ്യവർഗത്തിൽ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ കീഴിൽ നിന്ന് ഈ സംഘടിതമായ സമൂഹവും ചരിത്രത്തിൽ ഈ 2 ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണ് അവർ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ടപ്പോഴൊക്കെ അള്ളാഹു അവരെ രക്ഷിച്ചത്. ഈ 2 ദൗത്യം നിർവഹിക്കാത്ത ഒരു സമൂഹത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു രക്ഷിച്ചു കൊള്ളണം എന്നില്ല. എന്തിനാണ് അവരെ രക്ഷിക്കേണ്ടത്? എന്തിനവരെ രക്ഷിക്കണം? രക്ഷിച്ചിട്ട് എന്ത് പ്രയോജനം? എന്തിനു വേണ്ടി സംരക്ഷിക്കണം? നമുക്ക് പാല് തരാത്ത ഒരു പശുവിന് നമ്മൾ നിരന്തരമായി എന്തിനു തീറ്റ കൊടുക്കണം? നമ്മുടെ വീട് സംരക്ഷിക്കാത്ത ഒരു പട്ടിക്ക് നമ്മൾ എന്തിനാണ് നിരന്തരമായി ഭക്ഷണം കൊടുക്കണം? നമ്മളെ ആവശ്യത്തിന് ഉപകരിക്കാത്ത ഒരു വാഹനത്തിന് നമ്മൾ നിരന്തരമായി എന്തിനു പെട്രോൾ അടിക്കണം? നമ്മുടെ ശബ്ദം നിങ്ങളിലേക്ക് എത്തിക്കാത്ത ഈ സ്പീക്കർ സംവിധാനത്തിന് നമ്മൾ എന്തിനു കൂലി കൊടുക്കണം? നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ കൊടുക്കൂല. ഈ ദൗത്യം, 2 ദൗത്യം, പ്രബോധനം, വിമോചനം, ഇത് 2 മനുഷ്യവർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജിഹാദ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വിമോചനമാണ്, മനുഷ്യവർഗത്തിന്റെ വിമോചനം. 2ഉം വിമോചനം തന്നെയാണ്, പ്രബോധനവും വിമോചനം തന്നെയാണ്. വേണമെങ്കിൽ ഇത് ഒറ്റവാക്കിൽ ചുരുക്കാം, വിമോചനം എന്ന ഒറ്റവാക്കിൽ ചുരുക്കാം. ഒന്നാമത്തത് പ്രബോധനം എന്ന് പറയുന്നത് തെറ്റായ ആദർശങ്ങളിൽ നിന്നും ഉള്ള വിമോചനമാണ് പ്രബോധനത്തിൽ കൂടി നേടിയെടുക്കേണ്ടത്. തെറ്റായ ദർശനങ്ങളിൽ നിന്നും വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുമുള്ള മനുഷ്യ സമൂഹത്തിന്റെ വിമോചന പ്രക്രിയയാണ് പ്രബോധനം എന്ന് പറയുന്നത്. വിമോചനം എന്ന് പറയുന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമുള്ള അവന്റെ രക്ഷയാണ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ 2നെയും ജിഹാദ് എന്ന് പറയാം വിശാലമായ അർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിനെ പ്രബോധനം, വിമോചനം, ദഅവത്ത്, ജിഹാദ് എന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രബോധനത്തിന് 2 വശമുണ്ട്. പ്രബോധനത്തിന് 2 വശം എന്ന് പറയുമ്പോൾ, പ്രവാചകന്മാർ വന്നപ്പോൾ, പ്രവാചകന്മാർ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുൻ പ്രവാചകന്റെ അനുയായികളായ വികലമായ ഒരു പാരമ്പര്യ സമുദായം അവിടെ ഉണ്ടായിരുന്നു. വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും വൈകല്യങ്ങൾ സംഭവിച്ച, എന്നാൽ തത്വത്തിൽ ദൈവികമായ വെളിച്ചത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അംഗീകരിക്കുന്ന വികലമായ ഒരു സമുദായം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ. അങ്ങനെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരുടെ മുമ്പിൽ 2 സമുദായമുണ്ട്. ഒന്ന്, ഈ ദൈവികമായ ഈ ആദർശത്തെ തത്വത്തിൽ തന്നെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം. വേറൊന്ന്, തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് പ്രയോഗത്തിൽ വൈകല്യങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യ സമുദായം. പാരമ്പര്യ സമുദായം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഇപ്പോൾ ലോകത്തേക്കൊരു പ്രവാചകൻ വന്നാൽ, പ്രവാചകത്വ പരമ്പര അള്ളാഹു അവസാനിപ്പിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ലോകത്തേക്കൊരു പ്രവാചകൻ വന്നാൽ ലോകത്ത് ഒരുപാട് വൈകല്യങ്ങളോടെ ജീവിക്കുന്ന ഒരു മുസ്ലിം സമുദായമുണ്ട്. നമുക്ക് പറയാൻ കഴിയുമോ ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽ ഒരു വൈകല്യവുമില്ല എന്ന്? ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ഏറിയും കുറഞ്ഞും വൈകല്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹമാണ്. എന്നാൽ അടിസ്ഥാനപരമായി വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമുദായമാണ്. അപ്പോൾ വൈകല്യങ്ങളുള്ള പാരമ്പര്യ സമുദായം. ആ വൈകല്യങ്ങളുടെ അളവ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം, കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. പക്ഷേ വൈകല്യങ്ങളുള്ള പാരമ്പര്യ സമുദായം, പുറത്ത് ജീവിക്കുന്ന ഒരുപാട് സമുദായങ്ങളുണ്ട്. ക്രൈസ്തവർ, ഹൈന്ദവർ, ബൗദ്ധർ, ജൈനർ, ഒരുപാട് സമുദായങ്ങളുണ്ട്. അവർ ഈ അടിത്തറയെ തത്വത്തിൽ അംഗീകരിക്കാത്തവരാണ്.
അത് അവരുടെ കുഴപ്പമല്ല, ആരുടെയും കുഴപ്പമല്ല. അപ്പൊ പ്രവാചകന്റെ ദൗത്യം എന്താണ്? ഇവിടെ പ്രവാചകന്മാർക്ക് നിർവഹിക്കുവാൻ രണ്ട് ദൗത്യമുണ്ട്. ഒന്ന്, തത്വത്തിൽ അംഗീകരിക്കാത്ത ഈ ബഹുജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. കാരണം ഈ സന്ദേശം ഒരു സമുദായത്തിലേക്ക് മാത്രമല്ല, ഇത് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ളതാണ്. ഇത് മനുഷ്യവർഗത്തിന്റെ പൊതുസ്വത്താണ് ഈ സന്ദേശം. ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. മറ്റൊന്ന്, ഈ പാരമ്പര്യ സമുദായത്തെ വൈകല്യങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചെടുക്കുക. പാരമ്പര്യ സമുദായത്തിൽ വൈകല്യങ്ങളുണ്ടോ? ഇപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ പരമ്പരാഗതമായി ഇടയ്ക്കിടയ്ക്ക് വൈകല്യങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം അങ്ങനെ ഇല്ല എന്ന് നിരാകരിച്ചിരുന്ന മുസ്ലിം സമൂഹത്തിലെ പാരമ്പര്യവാദികളും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു, നമ്മുടെ മുടി വിവാദത്തോടുകൂടി. എന്താണ് ഇപ്പോൾ അവർ പറയുന്നത്? ആത്മീയ ചൂഷണത്തിനെതിരെ ജിഹാദ്. ഇതാരാ പറയുന്നത്? പാരമ്പര്യ പ്രസ്ഥാനമാണ് പറയുന്നത്. പാരമ്പര്യ പ്രസ്ഥാനമാണ് പറയുന്നത്. സമാനമായ ആത്മീയ ചൂഷണങ്ങൾ ചരിത്രത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട് എന്ന് പല ചിന്തകന്മാരും പണ്ഡിതന്മാരും നവോത്ഥാന നായകന്മാരും ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് പൈതൃകമായി കിട്ടിയിരിക്കുന്നത് മുഴുവൻ ശരിയാണ്. അപ്പൊ മുസ്ലിം സമൂഹത്തിലും ഈ പാരമ്പര്യ പൈതൃകത്തിന്റെ പേരിൽ വൈകല്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകും, ഉണ്ട്. അപ്പൊ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കടന്നു വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ രണ്ട് വെല്ലുവിളിയുണ്ട്. ഒന്ന്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ സുന്ദരമായ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യവും പാരമ്പര്യ സമുദായത്തെ അവരുടെ പാരമ്പര്യ പൈതൃകം എന്ന് പറയുന്നതിന്റെ പേരിൽ കടന്നു വന്ന ഈ വൈകല്യങ്ങളിൽ നിന്നും ആ സമൂഹത്തെ രക്ഷിച്ചെടുക്കുക, ശുദ്ധീകരിക്കുക എന്ന ഇരട്ട ദൗത്യത്തെയാണ് ഞാൻ പ്രബോധനം എന്ന് പറയുന്ന ഒറ്റ ഹെഡിങ്ങിൽ ഞാൻ ഉൾക്കൊള്ളിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രബോധനം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ മൗലികമായ ഒരു ബാധ്യതയാണ് പ്രബോധനം. എല്ലാ പ്രവാചകന്മാരും അനുയായികളും ലോകത്ത് നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് പ്രബോധനം. ഈ ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണ് ഈ ദൈവികമായ ദീനിന്റെ അനുയായികൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ഇന്ന് പ്രചരിക്കുകയും ലോകത്തിലെ രണ്ടാമത്തെ സമുദായമായി ലോകത്ത് വളരുകയും ചെയ്തത്. ചരിത്രത്തിന്റെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ഈ ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണ്, അല്ലാതെ ബലപ്രയോഗത്തിൽ കൂടിയല്ല. ചിലരൊക്കെ ആരോപിച്ചതുപോലെ ബലപ്രയോഗത്തിൽ കൂടിയോ മറ്റു രൂപത്തിലോ ഒന്നുമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനൊന്നും ഇന്ന് യാതൊരുവിധ ചരിത്രപരമായ പിൻബലവും അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും പ്രതികൂലമായ നൂറ്റാണ്ടായിരുന്നു 20-ാം നൂറ്റാണ്ട്. പ്രവാചകന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും പ്രതികൂലമായ നൂറ്റാണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പ് അത്രയും ഭീകരമായ ഒരു പ്രതികൂലമായ നൂറ്റാണ്ട് കുരിശി യുദ്ധത്തിന്റെ ഒരു 100 വർഷം മാത്രമാണ്. 11-12 നൂറ്റാണ്ടുകളിലെ കുരിശി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ യുദ്ധത്തിന്റെ ഒരു നൂറ്റാണ്ട് കാലഘട്ടമാണ് ഒരുപക്ഷെ സമാനമായ മറ്റൊരു ഭീകരമായ കാലഘട്ടം ലോകത്തുണ്ടായത് ഈ സമൂഹത്തിന്. ഒരുപക്ഷെ അതിനേക്കാൾ പ്രത്യാഘാതങ്ങൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു നൂറ്റാണ്ടാണ് 20-ാം നൂറ്റാണ്ട് ലോകത്ത് കഴിഞ്ഞു പോയത്. എല്ലാ അർത്ഥത്തിലും പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായം, എല്ലാ അർത്ഥത്തിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമുദായം, എല്ലാ അർത്ഥത്തിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമുദായം. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തിലും നമുക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും, ലോകത്തിൽ ഏതെങ്കിലും ഒരു മതത്തിലേക്ക്, രാഷ്ട്രീയ ദർശനത്തിലേക്കല്ല, ഒരു മതത്തിലേക്ക് ആളുകൾ ധാരാളമായി കടന്നു വന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മതം ഏത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് ഇസ്ലാമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അത് ഇസ്ലാമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇന്ന് ലോകത്ത് ആരോട് ചോദിച്ചാലും ഇന്നും ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പുതുതായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മതം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമാണ്. ഏറ്റവും അധികം ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ അത് യൂറോപ്പിലാണ്. ഏറ്റവും അധികം ഇസ്ലാം വിരുദ്ധ ക്യാമ്പയിൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ
സംഘടിതമായി നടക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന പുതിയ ആ പ്രവണതയ്ക്ക് വമ്പിച്ച സ്വീകാര്യത കിട്ടിയിരിക്കുന്ന ഭൂപ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് യൂറോപ്പാണ്. അവിടെയാണ് ഏറ്റവും അധികം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാസമ്പന്നരും സ്ത്രീകളുമാണ് ഇസ്ലാമിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇസ്ലാമിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് അത് സ്ത്രീ വിരുദ്ധമാണ് എന്നത്. ഇന്നും അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു അത് സ്ത്രീ വിരുദ്ധമാണ് എന്നത്. ഇന്നലത്തെ പത്രത്തിൽ ഒരു ലേഖനം, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഹിന്ദു ദിനപത്രമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. റീഷേപ്പിംഗ് ഇസ്ലാം ഫോർ മോഡേൺ ഏജ് എന്ന പേരിൽ ഒരു ലേഖനമുണ്ട്. അതിന് ഹെഡിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ടാവും. ഇന്നലത്തെ പേപ്പറിൽ നിങ്ങളുടെ ആരും വീട്ടിൽ പോയി ഒന്നെടുത്ത് കുറച്ച് നോക്കുക. അതിൻ്റെ അകത്ത് ലണ്ടനിലെ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. 6-7 മുസ്ലിം ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ഒരു 1-2 സ്ത്രീകളെ അപമാനിച്ചു. അവരെ പോലീസ് പിടികൂടി, നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു. പക്ഷേ അവിടുത്തെ പ്രസിദ്ധമായ ഒരു പത്രത്തിലെ ഒരു ലേഖകൻ എഴുതി, എന്തുകൊണ്ട് ഈ മുസ്ലിം ചെറുപ്പക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹം സ്ത്രീകളെ വെറും റെഡ് മീറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. വെറും പച്ചമാംസം, അതിന്റെ അപ്പുറത്തേക്കുള്ള സ്ത്രീയുടെ അസ്തിത്വം അംഗീകരിച്ചു കൊടുക്കുവാൻ ഇസ്ലാം സന്നദ്ധമല്ല. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഈ സ്ത്രീകളെ ഈ രൂപത്തിൽ പീഡിപ്പിച്ചത്. ആ ലേഖകൻ ചോദിക്കുന്നു, ലോകത്തിന്റെ നാനാഭാഗത്ത് ക്രിസ്തുമതത്തിലെ പുരോഹിതന്മാർ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികളെ സ്വവർഗരതിക്ക് വിധേയമാക്കിയതിന്റെ പേരിൽ പോപ്പ് ലോകത്തിന്റെ നാനാഭാഗത്ത് പോയി ക്ഷമാപണം പറഞ്ഞിട്ടും ഈ പറയപ്പെട്ട എഴുത്തുകാരും അത് ക്രിസ്തുമതത്തിന്റെയോ ബൈബിളിന്റെയോ കുഴപ്പമായി എന്തുകൊണ്ട് ഉദ്ധരിക്കുന്നില്ല? ഇതൊരു ഒരു വിവേചനത്തിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ വിഷയത്തെ അതിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ അത് ബൈബിളിലല്ല ആരോപിക്കപ്പെടുന്നത്, അത് ക്രിസ്തുമതത്തിലല്ല ആരോപിക്കപ്പെടുന്നത്, അത് പൗരോഹിത്യത്തിന്റെ ഒരു വൈകല്യം. പക്ഷെ ഇവിടെ ഏതാനും ചെറുപ്പക്കാർ പ്രവൃത്തി ചെയ്തപ്പോൾ ഇസ്ലാം സ്ത്രീകളെ റെഡ് മീറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്ന് ഇപ്പോഴും ലോകത്ത് തവക്കുൽ കർമാന് നോബൽ പ്രൈസ് കൊടുത്തതിനു ശേഷവും അവർ പറയുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് അത് സ്ത്രീ വിരുദ്ധമാണ് എന്നതാണ്. ആ ക്യാമ്പയിൻ ലോകത്ത് നടക്കുമ്പോഴാണ് അതേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നകളായ സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് സംഭവ വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം കഴിഞ്ഞു. വൈറ്റ് ഹൗസിൽ ഇഫ്താർ നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ്. ആ ഇഫ്താർ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ലോക മുസ്ലിങ്ങളെ നിങ്ങൾ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരാകരുത്. സെപ്റ്റംബർ 11 പോലുള്ള ആക്രമണങ്ങൾ നിങ്ങൾ അമേരിക്കയിൽ നടത്തരുത്. അതാര് നടത്തി എന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അമേരിക്ക ഒരു ഫ്രീ സൊസൈറ്റിയാണ്. ഈ ഫ്രീ സൊസൈറ്റിയിൽ ഏത് ആദർശവും സ്വതന്ത്രമായി പ്രബോധനം ചെയ്യാം. ആ സ്വതന്ത്രമായ പ്രബോധന അവകാശത്തിന്റെ നമ്പർ 1 ഗുണഭോക്താക്കൾ ഇസ്ലാമാണ്. എന്ന് വെച്ചാൽ അമേരിക്കയിൽ സ്വതന്ത്രമായി പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്ന സർവമതങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിന് പ്രയോജനം ലഭിക്കുന്നതും ആളുകൾ കടന്നു വരുന്നതും ഇസ്ലാമിലേക്കാണ്. സമാനമായ തീവ്രവാദാക്രമണങ്ങൾ അമേരിക്കയിൽ ഉണ്ടായാൽ സ്വതന്ത്രമായ പ്രബോധന സ്വാതന്ത്ര്യത്തിൽ, ചിന്താ സ്വാതന്ത്ര്യത്തിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ, പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണം വരുത്തേണ്ടി വരും. അങ്ങനെ നിയന്ത്രണം വരുത്തിയാൽ അതിന്റെ നഷ്ടം ഒന്നാമത് ഇസ്ലാമിനാണ്. ഇതേ വാചകം ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു പത്രം അന്ന് എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്ന ട്രേഡ് സെന്റർ ആക്രമണം എന്നുള്ള വിഷയം. ഈ പ്രതികൂലമായ അവസ്ഥയിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലേക്കാണ്, ഇസ്ലാമിന്റെ പ്രബോധനം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ സംഘടിതമായ ഒരു ഉമ്മത്തായി മാറിയിട്ടില്ലെങ്കിൽ പോലും ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും പണ്ഡിതന്മാരും പ്രബോധനം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. ആധുനികമായ ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശം
ആധുനിക സമൂഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ലോകത്തൊരുക്കി പ്രബോധനത്തിലേക്ക് ഒരു ചെറിയ സംഘം ഇറങ്ങിയപ്പോൾ ഉണ്ടായ പ്രതികരണമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്. എങ്കിൽ ലോകത്തുള്ള മുസ്ലിം സമൂഹത്തിൽ കഴിവുള്ള മുഴുവൻ ആളുകളും ഈ പ്രബോധനപരമായ ദൗത്യത്തിലേക്ക് ഇറങ്ങിയാൽ ലോകത്തുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. അപ്പം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വത്തിലെ പ്രബോധനം എന്ന് പറയുന്ന ആ ഉത്തരവാദിത്വത്തിലെ ഒന്നാമത്തെ ദൗത്യം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജനങ്ങളിലേക്ക് ഈ ദൈവിക ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന പ്രവർത്തനത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളിൽ എന്നെ ശ്രവിക്കുന്ന വ്യക്തികളിൽ ഒരു വ്യക്തി പോലും ഈ കാലഘട്ടത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശ്രദ്ധേയമായ പ്രവാചക ദൗത്യത്തിൽ ഒരു പങ്കും നിർവഹിക്കാത്തവനായി ഈ ലോകത്തുനിന്ന് വിട പറയരുത് എന്നാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ വിട പറയുന്നുണ്ട്. ഈ മഹായജ്ഞത്തിൽ അവർക്കൊരു പങ്കും നിർവഹിക്കാനില്ല. അവർ ജീവിക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, മാർക്കറ്റിൽ കൂടി നടക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ദൗത്യം തങ്ങൾക്കുണ്ടോ എന്നവർക്ക് അറിഞ്ഞുകൂടാ. തങ്ങൾക്കൊരു ദൗത്യമുണ്ടോ എന്നവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ അവർക്ക് പങ്കാളിയാകാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിമഹത്തായ ഒരു പ്രവർത്തനമാണ് ലോകത്തിന്റെ നാനാഭാഗത്ത്, ഇന്ത്യയിലും ധാരാളം ആളുകൾ ഈ ദൈവികമായ ദീനിലേക്ക് ദീനിന്റെ വെളിച്ചം കണ്ടുകൊണ്ടാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ഈ പ്രബോധനവുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. പാരമ്പര്യ സമുദായത്തെ ശുദ്ധീകരിച്ചെടുക്കുക. എല്ലാ പ്രവാചകന്മാരും മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇസ്രായേൽ സമുദായത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു. വളരെ പ്രയാസകരമായിരുന്നു അവരെ ശുദ്ധീകരിക്കുവാൻ. അവസാനം അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഒഴിയേണ്ടി വന്നു. എനിക്ക് എന്റെയും എന്റെ സഹോദരനായ ഹാറൂന്റെയും അല്ലാതെ ആരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. എന്റെയും ഈ പിഴച്ച സമുദായത്തിന്റെയും ഇടയിൽ പടച്ചവനെ നീ എന്നേക്കുമായി വേർപെടുത്തി തരയണമേ. അദ്ദേഹത്തെ അല്ലാഹു തആല തിരിച്ചു വിളിക്കുകയും ഇസ്രായേൽ സമുദായം ആ സീനാ മരുഭൂമിയിൽ 40 വർഷത്തോളം അനാഥകളായി അലഞ്ഞു തിരിഞ്ഞ് ഒരു തലമുറ ഒന്നടങ്കം ആ മരുഭൂമിയിൽ മരിച്ചൊടുങ്ങിയതിനു ശേഷം ഉയർത്തെഴുന്നേറ്റ പുതിയ തലമുറയാണ് ആ ദൗത്യം ഏറ്റെടുക്കാൻ സന്നദ്ധമായത്. അപ്പോഴാണ് ആ ഇസ്രായേൽ സമുദായത്തിന്റെ വിമോചനത്തിന്റെ വഴി ദൈവം തമ്പുരാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തെ ശുദ്ധീകരിക്കണം. ഏതെല്ലാം രംഗത്ത് മുസ്ലിം സമുദായത്തെ ശുദ്ധീകരിക്കണം? എന്തായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ? മുസ്ലിം സമുദായത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീയ രംഗം മാത്രം ശുദ്ധീകരിക്കുക എന്നതല്ല. അവരുടെ ആത്മീയ രംഗം ശുദ്ധീകരിക്കണം, അവരുടെ സാമൂഹിക രംഗം ശുദ്ധീകരിക്കണം, അവരുടെ ആദർശ രംഗം ശുദ്ധീകരിക്കണം. വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സമയമില്ല. അവരുടെ ആത്മീയ രംഗം ശുദ്ധീകരിക്കണം. മുസ്ലിം സമുദായത്തിലെ ആത്മീയ രംഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്നുണ്ട്. ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. നിരന്തരമായ ബോധവൽക്കരണത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഫലമായി മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ഈ രംഗത്ത് നവോത്ഥാനം നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും മഖ്ബറകളുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന മുസ്ലിങ്ങൾ ധാരാളമായിട്ടുണ്ട്. നിങ്ങൾ അജ്മീറിലേക്ക് പോയി നോക്കൂ, നിങ്ങൾ ഡൽഹിയിൽ നിസാമുദ്ദീനിലേക്ക് പോയി നോക്കൂ, കേരളത്തിലെ പല മഖ്ബറകളിലേക്കും നിങ്ങൾ പോയി നോക്കൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതെന്റെ മുഖ്യ വിഷയമല്ലാത്തത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പൊ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സുന്ദരമായ ഈ ആദർശം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള യോഗ്യത അവർ നേടണമെങ്കിൽ ആദ്യം അവർ അവരുടെ ജീവിതം ശുദ്ധീകരിക്കണം. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയുക എന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയാണ്. അപ്പൊ ആത്മീയ രംഗം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആത്മീയ ചൂഷണത്തിനെതിരെ ജിഹാദ്. ഇത് ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും പല നവോത്ഥാന നായകന്മാരും ഈ ആത്മീയ ചൂഷണത്തിന് ജിഹാദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ചൂഷണത്തിന്റെ വക്താക്കൾ അതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയിട്ടുമുണ്ട്. അങ്ങനെ മുസ്ലിം സമുദായത്തിൽ
ആത്മീയ രംഗത്ത് ഒരുപാട് മാറാലകൾ കടന്നു വന്നു. ആ മാറാലകൾ അടിച്ച് വൃത്തിയാക്കിയേ പറ്റൂ. രണ്ടാമത് മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക ജീവിതം മദ്യപാനം, ലൈംഗികമായ അരാജകത്വം, ചൂതാട്ടം, പലിശ, കൊലപാതകം. ഇന്ന് കേരളത്തിലും ലോകത്തിലെയും മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക രംഗത്തുള്ള തിന്മകൾ, മദ്യപാനം ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരിൽ വർദ്ധിക്കുകയാണോ കുറയുകയാണോ? മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരെ കണ്ടാൽ ഇന്ന് രണ്ട് വിരുദ്ധ പ്രവണതകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ചെറുപ്പക്കാരിൽ ഇസ്ലാമികമായ നവോത്ഥാനത്തിന്റെ സ്വാധീനം വൻതോതിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് ഒരു വിഭാഗം ചെറുപ്പക്കാർ അസാൻമാർഗികമായ പ്രവണതകളിലേക്ക് മുതലക്കൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ ക്രിമിനൽ കുറ്റങ്ങളിൽ പിടിക്കപ്പെടുന്നവർ, ഏറ്റവും അവസാനം നടന്ന ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലും ഒന്നാം പ്രതിയായി പറയപ്പെടുന്ന വ്യക്തിയുടെ പേര് ഈ ഉമ്മത്ത്, ഉത്തമ സമുദായം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ സമുദായത്തിലെ ആളുകളുടെ പേരാണ്. മദ്യപാനം ആ ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ചൂതാട്ടം, ലോട്ടറി എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഒരു തിന്മയല്ലാതായി മാറിയിരിക്കുകയാണ്. കാരണം അത് ചെയ്ത് വർദ്ധിച്ച് അത് പരസ്യമായി ചെയ്ത് ചൂതാട്ടം, ലോട്ടറിയോടുള്ള ഗൗരവം ഇന്ന് മുസ്ലിം സമുദായത്തിൽ കുറഞ്ഞു പോയിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനാണെങ്കിൽ മദ്യത്തെയും ലോട്ടറിയെയും ഒരുപോലെയാണ് പരിചയപ്പെടുത്തിയത്. ഇന്നമൽ ഖംറു വൽ മൈസിർ, മദ്യവും ചൂതാട്ടവും. ഇന്ന് നമുക്ക് ഒരു മനുഷ്യന്റെ മടിയിൽ ഒരു കുപ്പി മദ്യം കാണുന്നു, മറ്റൊരു മനുഷ്യന്റെ മടിയിൽ പോക്കറ്റിൽ ഒരു ലോട്ടറി ടിക്കറ്റ് കാണുന്നു. രണ്ടിനോടുമുള്ള സമീപനം ഇസ്ലാമിസ്റ്റുകൾക്ക് പോലും രണ്ടല്ലേ? മടിയിൽ മദ്യക്കുപ്പി കാണുന്നവനോട് കടുത്ത വിരോധം, പോക്കറ്റിൽ ലോട്ടറി ടിക്കറ്റ് കാണുന്നവരോട് അത്രയും വിരോധമില്ല നമുക്ക്. ലോട്ടറി ടിക്കറ്റുമായി പള്ളിയിൽ കയറാൻ ആർക്കും ഒരു മടിയുമില്ല. പക്ഷെ മദ്യക്കുപ്പിയുമായി പള്ളിയിൽ കയറാൻ ഇനിയും ധൈര്യം വന്നിട്ടില്ല. എവിടെന്നാണ് ഈ മദ്യവും ലോട്ടറിയും തുല്യമായി കണ്ട ഈ സമൂഹത്തിന് മദ്യത്തിനേക്കാൾ എത്രയോ ലഘുവാണ് ലോട്ടറി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തി? ഒരു തിന്മ തുടങ്ങുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ആന്തരികമായ പ്രവർത്തനം, എതിർ പ്രവർത്തനം തുടങ്ങിയില്ല എങ്കിൽ അതുകൊണ്ടാണ് ആ തിന്മയെ തടയുന്ന ഒരു വിഭാഗം വലൗലാ കാന മിനൽ ഖുറൂനി മിൻ ഖബ്ലിക്കും ഉലൂ ബഖിയ്യത്തിൻ യൻഹൗന അനിൽ ഫസാദി ഫിൽ അർദ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഓരോ സമൂഹത്തിലും ആ സമൂഹത്തിൽ തിന്മ വളർന്നു വരുമ്പോൾ ആ സമൂഹത്തിന്റെ ഉള്ളിലുള്ള ഉലൂ ബഖിയ്യത്തിൻ, അല്പം ബോധമുള്ള ഒരു വിഭാഗം, യൻഹൗന അനിൽ ഫസാദി ഫിൽ അർദ്, അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ തിന്മയ്ക്കെതിരെ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ മത്സ്യം പിടിച്ചവരെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. കുറെ ആളുകൾ ഉപദേശിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ശനിയാഴ്ച ദിവസം മത്സ്യം പിടിച്ച ദൈവത്തിന്റെ കൽപ്പന പരസ്യമായി ധിക്കരിച്ചത്? വേറെ കുറെ ആളുകൾ ചോദിച്ചു, നിങ്ങൾ അവരോട് എന്തിനാ ഉപദേശിക്കുന്നത്? ലിമ തഅലൂന ഖൗമനില്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദ. അല്ലാഹു തആല നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു വിഭാഗത്തിന് മാത്രമേ ഈ നഗ്നമായ കുറ്റങ്ങൾ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാനുള്ള ധൈര്യമുണ്ടാവൂ. അല്ലാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാനുള്ള ധൈര്യം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരണമെങ്കിൽ അവൻ നശിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഉണ്ടാവുക. സ്വന്തം പെൺമക്കളെ ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എല്ലാ സമുദായത്തിലുമുണ്ട്. ഒരു സമുദായത്തിൽ, പക്ഷെ മുസ്ലിം സമുദായത്തിലുമുണ്ട് എന്നതാണല്ലോ നമ്മുടെ പ്രശ്നം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഒരു സെക്ഷൻ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സെക്ഷൻ ഇതിനൊക്കെ വിരുദ്ധമായി വളരെ ഇസ്ലാമികമായ ബോധവൽക്കരണത്തോടുകൂടി ലോകത്തിന്റെ നാനാഭാഗത്ത് മറ്റൊരു സെക്ഷനും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാമത്തെ ശുദ്ധീകരണ പ്രക്രിയ, സാമൂഹ്യ തിന്മകൾ, ഇത് നിർവഹിക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിലെ പ്രബോധനത്തിൽ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ വിശാലമായ ജിഹാദിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രവർത്തനമാണ്. മൂന്നാമത്തെ ആദർശങ്ങളാണ്. ഇസ്ലാമിക വിരുദ്ധമായ, ദൈവികമായ ദീനിന്റെ അടിസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ആദർശങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആളുകൾ ലോകത്ത് ധാരാളമുണ്ട്. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ
മനുഷ്യർ നിർമ്മിച്ച ആദർശങ്ങളാണ് പരമപവിത്രമെന്നും നന്മയെന്നും വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി രക്തസാക്ഷിയാകുന്നവർ, ദൈവം തമ്പുരാൻ നൽകിയ ജീവൻ, മനുഷ്യനിർമ്മിതമായ തത്വശാസ്ത്രങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിയാകുന്നവരുടെ എണ്ണം മുസ്ലിം സമൂഹത്തിലുണ്ട്, ഈ കൊച്ചു കേരളത്തിലുമുണ്ട്. ഞാൻ പ്രസ്ഥാനങ്ങളിൽ ഒന്നും പേര് തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആദർശങ്ങളിൽ ഒന്നും പേര് ഞാൻ പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം തമ്പുരാൻ നൽകിയ ആത്മാവ്, ജീവൻ, ഈ ഭൗതികമായ ദർശനത്തിന് വേണ്ടി ബലിയർപ്പിച്ച കൊന്നും കൊല്ലപ്പെട്ടും നാളെ പരലോകത്ത് ചെല്ലുന്നവർ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നീ എന്തിനു വേണ്ടിയാണ് മറ്റവനെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തു മറുപടിയാണ് പറയുക? ഞാൻ ഇന്ന ദർശനത്തിന് വേണ്ടിയാണ് കൊന്നത് എന്ന് പറയേണ്ടി വരില്ലേ? നീ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ദർശനത്തിന് വേണ്ടിയാണ് ഞാൻ കൊല്ലപ്പെട്ടത്, അവർക്ക് പറയാൻ കഴിയുമോ ഞാൻ ഇസ്ലാമിന് വേണ്ടിയാണ് കൊല്ലപ്പെട്ടത് എന്ന്? നിന്റെ ദീനിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ്, സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ രക്തസാക്ഷിയായത് എന്ന് പറയാൻ കഴിയുമോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അപ്പൊ ആദർശപരമായ വ്യതിയാനം, സാമൂഹ്യമായ ജീർണതകൾ, വിശ്വാസപരമായ ജീർണതകൾ, ഈ 3 ജീർണതകൾ ഈ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമുദായ പരിഷ്കരണം നടത്തുന്നവർ, ഈ സമുദായ പരിഷ്കരണം എന്ന് പറയുന്ന ഈ പ്രവാചക ബാധ്യത നിർവഹിക്കുന്നവർ ഈ 3 ജീർണതകൾക്കും എതിരെ പൊരുതിയേ പറ്റൂ. അങ്ങനെ പൊരുതിയെങ്കിലേ ഒരു മാതൃകാപരമായ സമുദായം ഉണ്ടാകൂ. ഒരു മാതൃകാപരമായ സമുദായത്തിന് മാത്രമേ ഭംഗിയായി പ്രബോധനം നിർവഹിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്നാമത്തെ ദൗത്യം കുറെ കൂടി ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ കാര്യം ശരിയാകണം. ഈ രണ്ടാമത്തെ കാര്യം ശരിയാകണം. മാതൃക സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. സ്വന്തം ആദർശത്തിന്റെ മാതൃക സ്വയം സമർപ്പിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരെ ആദർശത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ എന്താണ് അർത്ഥം? അതാണ് ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നത്? അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സമൂഹത്തെ ശുദ്ധീകരിക്കപ്പെടണം, ഈ സമൂഹം ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതിൻ്റെതായ മാറ്റം സമൂഹത്തിലെ ഒരു വിഭാഗത്തിൽ കാണുന്നുമുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം ഇതൊന്നും സ്വാധീനിക്കപ്പെടാത്ത രൂപത്തിൽ ഈ തെറ്റായ വഴിയിൽ കൂടി തന്നെ പോവുകയും ഈ സമൂഹത്തിന്റെ പ്രതിച്ഛായ വൻതോതിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സാമൂഹിക പ്രവർത്തകർ ചോദിക്കാറുണ്ട്, ഞങ്ങളെപ്പോലുള്ളവരോട് ചോദിക്കാറുണ്ട് സദസ്സുകളിൽ വെച്ചുകൊണ്ട്, അല്ല സാഹിബേ, നിങ്ങളുടെ സമുദായത്തിലാണല്ലോ ഇത്രയും കൃത്യമായി മദ്രസാ വിദ്യാഭ്യാസം നടക്കുന്നത്, നിങ്ങളുടെ സമുദായത്തിലാണല്ലോ ഇത്രയും കൃത്യമായി ജുമുഅ നമസ്കാരത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളും ആളുകൾ നിർബന്ധമായി പള്ളിയിൽ വന്നുകൊണ്ട് അറബിയിൽ തന്നെ ഖുത്ബ നടത്തണമെന്ന് പറയുന്നവർ പോലും താഴെ നിന്നുകൊണ്ടൊരു പ്രസംഗമെങ്കിലും നിർബന്ധമാണ് എന്ന ബോധം അവർക്ക് വരെയും ഉണ്ടായ കാലഘട്ടമാണല്ലോ. നിങ്ങളുടെ സമുദായത്തിലാണല്ലോ ഇവിടെ നടക്കുന്ന രൂപത്തിലുള്ള ആ വഅദ് പരമ്പരകളും പ്രബോധന പ്രവർത്തനങ്ങളും ധാരാളമായി നടക്കുന്നത്. നിങ്ങളുടെ സമുദായത്തിലാണല്ലോ ഏറ്റവും ശക്തമായി സംഘടിതമായി മതസംഘടനകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ സമുദായത്തിലാണല്ലോ ഏറ്റവും അധികം മതപ്രസിദ്ധീകരണങ്ങൾ ഉള്ളത്. എന്തുകൊണ്ടാണ് അതിന്റെ സ്വാധീനം നിങ്ങളിൽ കാണാത്തത് എന്ന് ചോദിക്കുന്നവർ ആദ്യം പറഞ്ഞ സെക്ഷൻ അല്ല അവർ കാണുന്നത്. ഈ രണ്ടാമത് പറഞ്ഞ ഈ തിന്മയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നവർ മാത്രം അവർ കാണുന്നത് കൊണ്ടും അവരുടെ പേരുകൾ മാത്രം പത്രത്തിൽ വരുന്നത് കൊണ്ടുമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവരെ അങ്ങനെ ചോദിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. മറ്റതിനെ അവർ കാണുന്നില്ല. കക്കുന്നവനെയല്ലേ കാണൂ, കക്കാത്തവരെ അല്ലല്ലോ കാണുക. മോഷ്ടിക്കാത്തവനെ അല്ല കാണുക, മോഷ്ടിക്കുന്നവന്റെ വാർത്തയാണ് പത്രത്തിൽ വരിക. 98 പേര് മോഷ്ടിക്കാത്തവരുണ്ടെങ്കിലും 2 പേര് മോഷ്ടിക്കുകയാണെങ്കിൽ അവന്റെ പേരാണല്ലോ പത്രത്തിൽ വരിക, അവനാണല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുക. ഇതാണ് ആളുകൾ കാണുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് അവർ നമ്മളോട് മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസത്തെ പറ്റി ഇപ്പോഴും നമ്മളിപ്പോൾ പുനർവിചിന്തനം നടത്തേണ്ട കാലഘട്ടമാണ്. നമ്മൾ മദ്രസാ വിദ്യാഭ്യാസത്തിൽ കൂടി ഈ കുട്ടികൾക്ക് ഇസ്ലാമികമായ കർമ്മമാണ് പഠിപ്പിക്കുന്നത്, ഇസ്ലാമിന്റെ ധർമ്മം പഠിപ്പിക്കുന്നില്ല എന്നതാണ്. കർമ്മം നമ്മൾ പഠിപ്പിക്കുന്നു, കർമാനുഷ്ഠാനം, ധർമാനുഷ്ഠാനം നമ്മൾ പഠിപ്പിക്കുന്നില്ല. കർമ്മം കൊണ്ട് മാത്രം ശരിയാവുകയില്ല. ഓരോ കർമ്മത്തിന്റെ പിന്നിലും ഒരു ധർമ്മമുണ്ട്. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം മ്ലേച്ഛവും നികൃഷ്ടവുമായ കാര്യം നിങ്ങൾ തടയണം. ഈ തടയുക എന്നത് നമസ്കാരത്തിന്റെ ധർമ്മമാണ്. 5 വഖത്ത് പ്രാർത്ഥിക്കുക എന്നത് നമസ്കാരത്തിന്റെ കർമ്മമാണ്. നമ്മൾ മദ്രസയിൽ കുട്ടികളെ കർമ്മം പഠിപ്പിക്കുന്നു, നമ്മൾ ധർമ്മം പഠിപ്പിക്കുന്നില്ല. നമ്മൾ ധർമ്മം പഠിപ്പിക്കുന്നില്ല.
നമ്മൾ മതം പഠിപ്പിക്കുന്നു, നമ്മൾ മൂല്യം പഠിപ്പിക്കുന്നില്ല. മതം പഠിപ്പിക്കുന്നു, നമ്മൾ മൂല്യം നമ്മൾ പഠിപ്പിക്കുന്നില്ല. മതത്തിന്റെ പിന്നിൽ, ഓരോ നിയമത്തിന്റെ പിന്നിലും ഒരു മൂല്യമുണ്ട്. ഓരോ കർമ്മത്തിന്റെ പിന്നിലും ഒരു ധർമ്മമുണ്ട്. നോമ്പിനെ പറ്റി പറയുന്നു, നോമ്പ് എന്ന് പറയുന്നത് എല്ലാവിധ തിന്മകളിൽ നിന്നും അവന്റെ അവയവത്തെ തടയേണ്ടതാണ്. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. ആരുടെ വ്രതം അവനെ വ്യാജമായ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും തടയുന്നില്ലയോ, അവന്റെ വ്രതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വ്രതത്തിന് നിയമങ്ങൾ, കർമ്മ നിയമങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു, അതിന്റെ ധർമ്മ ലക്ഷ്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്ന് നിലവിലുള്ള മദ്രസ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഏറ്റവും സൂക്ഷ്മവും ശക്തവും സത്യസന്ധവുമായ നിരൂപണമാണിത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ ഈ സമൂഹത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മൾ പങ്കെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീവ്രമായ ഈ പരിശ്രമത്തിൽ നമ്മുടെ പങ്കാളിത്തമില്ല, നമ്മൾ മരിച്ചു പോകേണ്ടി വരും. ഇത് രണ്ടുമാണ് ഞാൻ ദഅവത്ത് എന്ന ഒറ്റ ഹെഡിങ്ങിൽ ഉൾക്കൊള്ളിച്ചത്. ഇത് സംഘടിതമായ പ്രവാചകൻ പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയൂ. ഇത് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്നതല്ല, വ്യക്തികൾക്ക് നിർവഹിക്കാൻ കഴിയുന്നതല്ല. ഇത് സംഘടിതമായ സംവിധാനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രണ്ടാമത്തെ പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത് ജിഹാദാണ്. എന്താണ് ജിഹാദ്? മനുഷ്യവർഗത്തിന്റെ വിമോചനമാണ്. ഞാനത് വളരെ ദീർഘമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് പ്രവാചകന്മാർ നിർവഹിച്ചത് ജിഹാദാണ്. ജിഹാദ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇന്ന് ആളുകൾ ജിഹാദികൾ 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 എന്ന് പത്രത്തിൽ വായിച്ച് ജിഹാദ് എന്ന് വെച്ചാൽ കൊലയാണ് എന്ന കോലത്തിൽ ഇന്ന് ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ജിഹാദ് എന്ന് വെച്ചാൽ ബോംബാണ്. ജിഹാദ് എന്ന് വെച്ചാൽ സൂയിസൈഡ്, ആത്മഹത്യ ബോംബ് ആക്രമണമാണ്, അല്ലെങ്കിൽ ബസ്സിൽ ബോംബ് വെക്കലാണ്, റെയിലിൽ ബോംബ് വെക്കലാണ്. ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ പറ്റിയെല്ലാം പത്രങ്ങൾ ജിഹാദികൾ ജിഹാദികൾ എന്ന് എഴുതി ആളുകൾക്ക് ഇന്ന് ജിഹാദ് എന്ന് പറയാൻ പോലും പേടിയാണ്. ബ്രിട്ടീഷുകാര് ജിഹാദിനെ പറ്റി മോശമായി പറഞ്ഞ് അവസാനം ബ്രിട്ടീഷുകാര് കാദിയാനിയെ കൊണ്ട് ജിഹാദ് അത് ക്യാൻസലായിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ കണ്ടവർ പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കാദിയാനിയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ജിഹാദ് അത് ക്യാൻസലായിപ്പോയി. മക്ക വിജയത്തോടുകൂടി ജിഹാദ് അവസാനിച്ചു. കാരണം അത്രയ്ക്ക് ബ്രിട്ടീഷുകാർ ജിഹാദിനെതിരെ, മഹാത്മാഗാന്ധി പോലും ജിഹാദ് എന്ന പദം തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണല്ലോ ലോകപ്രശസ്ത പണ്ഡിതനായ സയ്യിദ് അബുൽ അലാ മൗദൂദി സാഹിബ് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന പുസ്തകം എഴുതേണ്ടി വന്നത്. ഇന്ന് ആ പുസ്തകത്തെ ജിഹാദ് തീവ്രവാദമാണ് എന്ന് ആക്ഷേപിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ജിഹാദ് എന്ന് പറയുന്നത് വ്യക്തികളെ കൊല്ലലല്ല, ബോംബ് വെക്കലല്ല, എതിരാളികളെ കൊല്ലലല്ല, ബസ്സിൽ ബോംബ് വെക്കലല്ല, തീവണ്ടിയിൽ ബോംബ് വെക്കലല്ല. ഇതൊരു മഹത്തായ ഇസ്ലാമിക സാങ്കേതിക ശബ്ദമാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും ആധികാരികമായി രചിക്കപ്പെട്ട പുസ്തകമാണത്. ഞാനിതിന്റെ മലയാളം വായിച്ചുകൊണ്ടല്ല പറയുന്നത്, ഉറുദു ഒറിജിൻ വായിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമുക്ക് ജിഹാദ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയമാണ്. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ജിഹാദ് അർത്ഥത്തിലല്ല. ഇവിടെ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏത് കാലഘട്ടങ്ങളിൽ നടക്കേണ്ട രണ്ട് ജിഹാദുണ്ട്. ഒന്നെന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അവന് നിർവഹിച്ചു കൊടുക്കുക. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നേടാൻ കഴിയാത്ത കഷ്ടപ്പെടുന്നവരെ ആ കഷ്ടപ്പാടിൽ നിന്നും മോചിപ്പിക്കുക എന്ന ജിഹാദ്. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സാമൂഹ്യ സേവനം. സാമൂഹ്യ സേവനം. ഒരുപാട് ദരിദ്രരുണ്ട്, ഒരുപാട് അനാഥകളുണ്ട്, ഒരുപാട് വിധവകളുണ്ട്, ഒരുപാട് രോഗികളുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്തെ പ്രബലമായ രണ്ട് സാമ്പത്തിക ദർശനങ്ങൾ ഒരു നൂറ്റാണ്ട് ലോകത്തെ ഭരിച്ചു. ലോകത്തെ ഏറ്റവും പ്രബലമായ ആധുനികമെന്ന് വിശേഷിപ്പിച്ച രണ്ട് സാമ്പത്തിക ദർശനങ്ങൾ, മുതലാളിത്തവും കമ്മ്യൂണിസവും. ഇന്ന് ആ രണ്ട് ദർശനങ്ങളെ പറ്റി ലോകം അതിന്റെ ഈ 100 വർഷത്തിന്റെ ചരിത്രം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നതിന് ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ
അവസ്ഥയെ പറ്റിയുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദർശനങ്ങൾ ലോകത്തിന് എന്താണ് സംഭാവന ചെയ്തത്? ഈ ദർശനങ്ങൾ ലോകത്തിന് എന്ത് സംഭാവന ചെയ്തു? ഈ ദർശനങ്ങളുടെ സ്വാധീനത്തിന് വിധേയമായ രാഷ്ട്രങ്ങൾക്ക് അതെന്ത് സംഭാവന ചെയ്തു? ഈ സംഭവങ്ങളുടെ സ്വാധീനങ്ങൾക്ക് വിധേയമായ ഗ്രാമങ്ങൾക്ക് അതെന്ത് സംഭാവന ചെയ്തു? രാഷ്ട്രങ്ങളുടെ സംഭാവനയ്ക്ക് ഞാൻ അഫ്ഗാനെ ഉദാഹരിക്കുകയാണ്. ഈ ദർശനത്തിലേക്ക് അഫ്ഗാനിസ്ഥാനെ കൊണ്ടുപോകാൻ 79-ൽ അവിടത്തെ കുറെ ആളുകൾ ശ്രമിച്ചതിന്റെ തിക്തഫലമാണ് 33 വർഷമായി അഫ്ഗാനിസ്ഥാനെ ലോകത്തിന്റെ യുദ്ധക്കളമാക്കി മാറ്റി. ലോകത്തിലെ 44ഓളം രാഷ്ട്രങ്ങൾ ഒന്നടങ്കം അവരുടെ സൈന്യശക്തി വിനിയോഗിച്ച് ആ അഫ്ഗാനിസ്ഥാനെ ഈ കോലത്തിലാക്കിയത് ഈ ആദർശങ്ങളിൽ ഒന്ന് അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കാൻ ശ്രമിച്ചതിന്റെ തിക്തഫലമാണ് അഫ്ഗാനിസ്ഥാൻ അനുഭവിക്കുന്നത്. ആ ആദർശത്തിന് സമ്പൂർണമായ മേധാവിത്വം കിട്ടിയതാണ് ഒഞ്ചിയം എന്ന് പറയുന്ന ഗ്രാമം ഇന്ന് അനുഭവിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗമൊന്നും നടത്തിയല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്താണ് ഈ ഒഞ്ചിയം ഇന്ന് അനുഭവിക്കുന്ന കണ്ണീരിന്റെ കാരണം? എന്താണ് ആ കണ്ണീരിന്റെ കാരണം? ആ നാട്ടിലെ ആളുകൾ ഈ രണ്ട് ആദർശങ്ങളുടെ ഒന്നിൽ ആകൃഷ്ടരായി എന്നുള്ളതാണ്. അതല്ലേ ആ നാട്ടിന്റെ കണ്ണീരിന്റെ കാരണം. അപ്പൊ നിങ്ങളെ രാഷ്ട്രങ്ങളെ എടുത്തു നോക്കിയാലും, ഗ്രാമങ്ങളെ എടുത്തു നോക്കിയാലും, വ്യക്തികളെ എടുത്തു നോക്കിയാലും യഥാർത്ഥത്തിൽ എന്ത് സംഭാവന നൽകി ഈ ദർശനം ലോകത്തിന്? ലോകത്തിലെ ദാരിദ്ര്യത്തിന്റെ പ്രശ്നം പരിഹരിച്ചോ? മറുഭാഗത്തെ മുതലാളിത്തത്തിന്റെ സംഭാവന നമുക്ക് ആരും പറയേണ്ട കാര്യമില്ല. എത്ര ലക്ഷത്തെയാണ് മുതലാളിത്തം കൊന്നൊടുക്കിയത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? എത്ര ലക്ഷത്തെയാണ് മുതലാളിത്തം കൊന്നൊടുക്കിയത്? മുതലാളിത്തത്തിന്റെ തിക്തഫലം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ദൈനംദിനം ജീവിതത്തിന്റെ 24 മണിക്കൂറിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ദർശനങ്ങൾ ലോകത്തിന് വിമോചനം നൽകിയോ? വിശദാംശങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ലോകം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? സമ്പത്ത് കൂടി, ദാരിദ്ര്യവും വർദ്ധിച്ചു. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, സൗകര്യം കൂടി, സന്തോഷം കുറഞ്ഞു. നമ്മുടെയൊക്കെ വീടുകളിൽ സൗകര്യം കൂടി, നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷം കുറഞ്ഞു. നമ്മുടെ നാട്ടിൽ സമ്പത്ത് കൂടി, നമ്മുടെ വ്യക്തികളിൽ ദാരിദ്ര്യവും വർദ്ധിച്ചു. ലോകത്ത് ഉൽപാദനം കൂടി, ലോകത്ത് ദാരിദ്ര്യവും കൂടി. ഉൽപാദനം വർദ്ധിക്കുമ്പോൾ ദാരിദ്ര്യം വർദ്ധിക്കുന്ന, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദാരിദ്ര്യം വർദ്ധിക്കുന്ന, സൗകര്യം കൂടുമ്പോൾ ദുഃഖവും കൂടുന്ന ഈ വിരോധാഭാസം ആരാണ് ലോകത്തിന് സംഭാവന ചെയ്തത്? ആരാണ് ഇതിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കാൻ കഴിയുക? ഇസ്ലാമിന് ഇവിടെ ഒരു ദൗത്യമില്ലേ? ഇസ്ലാമിന് ഇവിടെ ഒരു ചരിത്ര പാരമ്പര്യമില്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിക സമൂഹത്തിന് ഈ മനുഷ്യനിർമ്മിതമായ ദർശനങ്ങളുടെ ചൂഷണത്തിനും പീഡനത്തിനും ഇരയായി പട്ടിണി പാവങ്ങളായി മർദ്ദിത കോടികളായി കഴിയുന്ന, മാരകമായ രോഗത്തിന് വിധേയമായി കഴിയുന്ന എൻഡോസൾഫാൻ എന്തിന്റെ ഇരയാണ്? എൻഡോസൾഫാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. എൻഡോസൾഫാൻ എന്തിന്റെ ഇരയാണ്? ഇരകൾ. മഹാനായ ഇമാം അബൂ ഹനീഫ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരു വസിയത്ത് എഴുതി. അദ്ദേഹം പറഞ്ഞു, തന്റെ മയ്യത്ത് ബഗ്ദാദ് പട്ടണത്തിന്റെ വികസനത്തിന് വേണ്ടി ഖലീഫ മൻസൂർ ബലമായി ഒഴിപ്പിച്ചെടുത്ത, ജനങ്ങളെ ഇറക്കിവിട്ട് ഒഴിപ്പിച്ചെടുത്ത സ്ഥലത്ത് എന്റെ ഖബർ അടക്കരുത്. ഇന്നത്തെ ആയിരക്കണക്കിന് ആളുകൾ റോഡിന്റെ പേരിൽ അടിച്ചു പുറത്താക്കുമ്പോൾ അവർക്ക് അനുകൂലമായി നിന്ന് പൊരുതുന്നത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ ബാധ്യതയാണോ അല്ലയോ? എത്ര പേരുണ്ട് മുസ്ലിം സമൂഹത്തിൽ പോരാടുവാൻ? ഇമാം അബൂ ഹനീഫ എഴുതി വെച്ച് പോയതാണ്. ബലമായി അടിച്ചിറക്കി ബഗ്ദാദ് പട്ടണത്തിന്റെ വികസനത്തിന് വേണ്ടി എടുത്ത സ്ഥലത്ത് എന്റെ ഖബർ അടക്കരുത്. നിങ്ങൾ കേട്ടാൽ തോന്നും ഇമാം അബൂ ഹനീഫയും മറ്റേ പാർട്ടിയിൽ ചേർന്നോ എന്ന്. അപ്പൊ ഇതാണ് ഒരു കാലഘട്ടത്തിന്റെ ഇസ്ലാമിക സമൂഹം. അപ്പൊ ഇന്ന് ഈ ദരിദ്ര ജനകോടികളുടെ സേവനം, ഉത്തരേന്ത്യയിലേക്കുള്ള അവസ്ഥ എന്താണ്? ഇത് ജിഹാദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. ലോകത്തെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിക സമൂഹങ്ങളും സംഘടിത പ്രസ്ഥാനങ്ങളും വൻതോതിൽ മുമ്പോട്ട് പോയിരിക്കുന്നു. നമ്മളിൽ എത്ര പേർക്ക് ആ മഹായജ്ഞത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നുണ്ട്? ആ മഹായജ്ഞത്തിൽ നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ആ കണ്ണീര് തുടയ്ക്കുവാൻ വേണ്ടി വിനിയോഗിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പങ്കാളിയാകൂ എന്ന് പറയുമ്പോൾ മുഖം ചുളിയുന്ന ആളുകളുടെ എണ്ണമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂടി കൂടുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അതിനനുകൂലമായി പ്രതികരിക്കുന്നവർ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടാമത്തെ ജിഹാദ് എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ്.
രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലോകത്തിലെ മർദ്ദിതർ, പീഡിതർ, ഭരണകൂടങ്ങളുടെയും പോലീസിന്റെയും ഭീകരപ്രസ്ഥാനങ്ങളുടെയും അതേമാതിരി വർഗീയ പ്രസ്ഥാനങ്ങളുടെയും വംശീയ പ്രസ്ഥാനങ്ങളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും കൊലപാതക സംഘങ്ങളുടെയും പട്ടാളത്തിന്റെയും ഒക്കെ മഹാപീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ ഒരു ജനവിഭാഗം ലോകത്ത് ഈ വിഭാഗത്തിന്റെ പീഡനം ദൈനംദിനം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഭരണകൂട പീഡനം കൂടുകയാണോ കുറയുകയാണോ? നമ്മുടെ കൊച്ചു കേരളത്തിൽ ഭരണകൂടത്തിന്റെ അധികാരപ്രമത്തത കൂടുകയാണോ കുറയുകയാണോ? നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ ജനങ്ങളുള്ള മനോഭാവം നന്മയ്ക്ക് അനുകൂലമായിട്ടാണോ അതല്ല മോശമായിട്ടാണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വർഗീയ പ്രസ്ഥാനങ്ങൾ, ഭീകര പ്രസ്ഥാനങ്ങൾ, വംശീയ പ്രസ്ഥാനങ്ങൾ, സയനിസം, സാമ്രാജ്യത്വം, മനുഷ്യവർഗം ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ മനുഷ്യവർഗം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ വീട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ നിരപരാധികൾ ജയിലിൽ കിടക്കുന്നു. പലരുടെയും ജീവിതം ജയിലിൽ തന്നെ ഒടുങ്ങിത്തീരുന്നു ലോകത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാചകന്മാരുടെ മാതൃക എന്തായിരുന്നു ഈ വിഷയത്തിൽ? പ്രവാചക അനുയായികളായ സമുദായത്തിന്റെ മാതൃക എന്തായിരുന്നു ഈ വിഷയത്തിൽ? ഇതൊന്നും ഞങ്ങളുടെ മേഖലയല്ല. ഞങ്ങൾ കേവലം മത പുരോഹിതന്മാരാണ്, ഞാനൊരു മതത്തിന്റെ പ്രവാചകനാണ് എന്ന രൂപത്തിൽ പ്രവാചകന്മാർ മതപരമായ ആരാധനാകർമ്മങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന പൗരോഹിത്യത്തിന്റെ റോളിലായിരുന്നു പ്രവാചകരും അനുയായികളും. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പോരാട്ടവും ലോകത്ത് ശക്തി പ്രാപിക്കുകയാണ് ഇസ്ലാമിക സമൂഹത്തിൽ. ഞാൻ ഇസ്ലാമിക സമൂഹത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ പോരാട്ടവും ഇസ്ലാമിക സമൂഹത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് ശക്തി ആർജിക്കുകയാണ്, ഈ എല്ലാ അടിച്ചമർത്തലിനെയും നേരിട്ടുകൊണ്ട്. അതുകൊണ്ടാണല്ലോ 33 വർഷമായിട്ടും പാവപ്പെട്ട അഫ്ഗാനികളെ അടിച്ചൊതുക്കുവാൻ നാറ്റോ സഖ്യസേനയ്ക്ക് കഴിയാത്തത്. നാറ്റോ സഖ്യസേനയ്ക്ക് കഴിയാത്തത്, ഹമാസിനെ തകർക്കുവാൻ നാസി സിയോണിസ്റ്റ് സാമ്രാജ്യത്വ കൂട്ടായ്മയ്ക്ക് കഴിയാത്തത്, ലബനാന്റെ അധിനിവേശം തുടർന്നു പോകാൻ ഇസ്രയേലിന് കഴിയാത്തത്, ഇറാനിലേക്ക് കടക്കുവാൻ ഇനിയും ധൈര്യം വരാത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഈ പോരാട്ടം വ്യത്യസ്തമായ സ്വഭാവത്തിൽ ഈ അടിച്ചമർത്തലിനെതിരെ, പീഡനങ്ങൾക്കെതിരെയുള്ള ഈ മനുഷ്യ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിൽ അതും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര പേരുണ്ട് അതിൽ ആ പോരാട്ടത്തിൽ ധീരോദാത്തമായി അണിനിരക്കുവാൻ? ആ പോരാട്ടത്തെ പോലും തീവ്രവാദമെന്നും ഭീകരവാദമെന്നും മുദ്രകുത്തുന്നവരും ഈ സമുദായത്തിൽ തന്നെ ഇല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാചകന്മാരുടെ ചരിത്രം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അപ്പൊ ജിഹാദ് എന്ന് പറയുമ്പോൾ എന്റെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന 2 കാര്യങ്ങളാണ്. മനുഷ്യവർഗം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും ദാരിദ്ര്യങ്ങളിൽ നിന്നും അഥവാ അവരുടെ അടിസ്ഥാന അവകാശം അവർക്ക് നേടിക്കൊടുക്കുക. മറ്റൊന്ന്, അവർ അനുഭവിക്കുന്ന പീഡനത്തിൽ നിന്നും അവരെ രക്ഷിക്കുക. അടിസ്ഥാന അവകാശം, അടിസ്ഥാന നീതി, അവകാശവും നീതിയും നേടുവാൻ വേണ്ടിയുള്ള സഹസ്രാബ്ദങ്ങളായിട്ടുള്ള മനുഷ്യവർഗത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രമാണല്ലോ ലോക ചരിത്രം എന്ന് പറയുന്നത്. അവകാശവും നീതിയും, അവകാശവും നീതിയും, അവകാശ പോരാട്ടം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. മലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തലഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. ആയത്തുകൾ ദീർഘമായി ഉദ്ധരിക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 4 ചരിത്രപരമായ ദൗത്യമാണ് ചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ നേരത്തെ പറഞ്ഞ ബുനിയാനും മർസൂസ്, ബലിഷ്ഠമായ കെട്ടിടം പോലെ ഉറച്ചു നിന്ന് ഏക ആദർശം, അത് സമഗ്രമായ ആദർശം, ഏക നേതൃത്വം, അത് സമ്പൂർണമായ നേതൃത്വം. ഈ ശരിയായ ഉമ്മത്തിന്റെ ശരിയായ സ്വഭാവത്തിൽ ലോകത്ത് പ്രവർത്തിച്ച പ്രവാചകന്മാരും അനുയായികളും അന്ത്യപ്രവാചകനും അനുയായികളും അവർക്ക് ലോകത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ കഴിഞ്ഞത്, ചരിത്രം അവർക്ക് മാറ്റാൻ കഴിഞ്ഞത്, ചരിത്രത്തിന്റെ ഗതി അവർക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞത്, അവരിലേക്ക് ഇറങ്ങിയ ആദ്യ ദൈവികമായ വെളിപാട് ആ രാത്രി ലൈലത്തുൽ ഖദ്ർ ആയി മാറാൻ കാരണം. ഖദ്ർ എന്ന് വെച്ചാൽ വിധി നിർണായകമായ രാത്രി. ആരുടെ വിധി? മനുഷ്യ ചരിത്രത്തിന്റെ, മനുഷ്യ വർഗത്തിന്റെ വിധി.
ആ രാത്രിയല്ലേ മനുഷ്യവർഗത്തിന്റെ വിധി മാറ്റിക്കുറിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രവാചകന്മാർ ഈ 4 ദൗത്യം വളരെ ഭംഗിയായി അവർ നിർവഹിച്ചു. ആദർശ പ്രബോധനം, സമുദായ പരിഷ്കരണം, ആവശ്യത്തിന് വേണ്ടിയുള്ള, അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഈ 4 മഹത്തായ ദൗത്യങ്ങളാണ് ലോകത്തിലെ പ്രവാചകന്മാരെ അള്ളാഹു ഏൽപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുറഞ്ഞ കാലഘട്ടത്തെ ഇടവേളയ്ക്ക് ശേഷം ഇസ്ലാമിക സമൂഹത്തിൽ ഈ 4 പ്രവർത്തനവും ലോകത്ത് നാനാഭാഗത്ത് ഒരു പരിധിവരെ ദൈവികമായ അനുഗ്രഹത്താൽ സംഘടിതമായി ലോകത്തെ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി ഈ ഒരൊറ്റ ആദർശം മാത്രമേ ഉള്ളൂ അവർക്ക്, ഒറ്റ നേതൃത്വം മാത്രമേ ഉള്ളൂ, അവർക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അവർക്ക് പ്രബോധനം ചെയ്യാൻ പല ആദർശങ്ങളുണ്ട്, അവർക്ക് വിമോചനത്തിന് വേണ്ടി പോരാടാൻ പല ദർശനങ്ങളുണ്ട്. അവരുടെ എനർജി, അവരുടെ രക്തം, അവരുടെ ജീവൻ, അവരുടെ സമ്പത്ത്, അവരുടെ ബുദ്ധി, അവരുടെ ചിന്ത, അത് നൽകിയവന്റെ ആദർശത്തിന് കൊടുക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ബുദ്ധി, ആ ബുദ്ധി നൽകിയവന് സമർപ്പിക്കണം. നമ്മുടെ രക്തം, ആ രക്തം നൽകിയവന്റെ ആദർശത്തിന് സമർപ്പിക്കണം. നമ്മുടെ ശബ്ദം, ആ ശബ്ദം നമ്മുടെ നാവിന് നൽകിയവന്റെ ആദർശത്തിന് സമർപ്പിക്കണം. നമ്മുടെ കരങ്ങൾ, ആ നമ്മുടെ മുഷ്ടി, അത് ചുരുട്ടുവാനും തുറക്കുവാനുമുള്ള കരുത്ത് നൽകിയവന്റെ ആദർശത്തിന് വേണ്ടി വേണം ഈ മുഷ്ടി ഉയരുവാൻ. നമ്മുടെ കാലുകൾ ചലിക്കുകയാണെങ്കിൽ ആരാണോ ആ കാലിന് ചലനശേഷി നൽകിയത് അവന് വേണ്ടി ആ കാലുകൾ ചലിപ്പിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയാണോ ഇന്ന് ലോകത്ത് ഇസ്ലാമി സമൂഹിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ഒരു വിഭാഗം അങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം നിർവഹിക്കേണ്ട 4 മൗലികമായ ദൗത്യം. ഈ 4 മൗലികമായ ദൗത്യം അഥവാ 2 അടിസ്ഥാനപരമായ ദൗത്യം നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഈ സമൂഹം ഉമ്മത്തൻ, ഒറ്റക്കെട്ടായ ഉമ്മത്തായി മാറണം. ഒറ്റക്കെട്ടായ ഉമ്മത്താവുക എന്ന് വെച്ചാൽ ഒരൊറ്റ ആദർശം, അത് സമഗ്രമായിരിക്കണം. ഒരൊറ്റ നേതൃത്വം, അത് സമ്പൂർണമായിരിക്കണം. ഇതാണ് പ്രവാചകന്മാരുടെ മാതൃക. അതുകൊണ്ടാണ് നിങ്ങൾ വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. പ്രവാചകനിൽ നിങ്ങൾക്ക് മനോഹരമായ മാതൃകയുണ്ട്. പ്രവാചകന്റെ നമസ്കാരത്തിൽ മാത്രമല്ല, പ്രവാചകന്റെ പ്രാർത്ഥനയിൽ മാത്രമല്ല, പ്രവാചകന്റെ നോമ്പിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും പ്രവാചകന് നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആ മാതൃക ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ അർത്ഥത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നിങ്ങൾ സന്നദ്ധമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകിയാൽ, അങ്ങനെ നമ്മുടെ കർമ്മശേഷി, നമ്മുടെ സമ്പദ് ശേഷി, നമ്മുടെ ബൗദ്ധിക ശേഷി, നമ്മുടെ സമരവീര്യം ഈ മാർഗത്തിൽ വിനിയോഗിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകിയാൽ, അങ്ങനെ ലഭിച്ചവർ ഈ ലോകത്തെ മഹാഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ മഹത്ത് ഈ കർമ്മത്തെ ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين وصل على النبي محمد وآله وصحبه أجمعين والحمد لله رب العالمين.